रघुपति राघव राजा राम पतित पावन सीताराम. രണ്ടാം ദിവസം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ, ഗഹനമായ സംവാദങ്ങൾ പ്രൗഢ ഗംഭീരമായി ഇന്നലെയും ഇന്നും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളും വിശ്വാസ പ്രമാണങ്ങളും ആശയാദർശങ്ങളും പ്രഖ്യാപിത ലക്ഷ്യങ്ങളും ഒക്കെ ലോകം പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാണുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇപ്പോഴത്തെ സെഷൻ പുസ്തക പ്രകാശനമാണ്. ജനാധിപത്യം നിജവും വ്യാജവും എന്ന മഹാത്മാഗാന്ധി എഴുതിയ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിയൻ പണ്ഡിതനും ഗാന്ധിയുടെ പ്രപഞ്ച വീക്ഷണത്തെപ്പറ്റി ശ്രദ്ധേയമായ കൃതിയും എഴുതിയിട്ടുള്ള എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തനവുമായിട്ടുള്ള ഡോക്ടർ MP മത്തായി അവറുകളാണ്. ഞാൻ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് വടകരയിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും കൂടിയായിട്ടുള്ള TK വിജയരാഘവട്ടനാണ്. വിജയരാഘവട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് വരുന്ന സംവാദം ഗാന്ധിയൻ തത്വചിന്ത എന്ന കാലിക പ്രസക്തിയുള്ള, ഇന്നത്തെ ഏറ്റവും കാലിക പ്രസക്തിയുള്ള വിഷയത്തെ ആസ്പദമാക്കി രണ്ട് മഹാരഥന്മാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. MP ഗിരീഷ് ബഹു ഭാഷാശാസ്ത്രജ്ഞനും നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഡോക്ടർ K ഗോപിനാഥ്, തത്വശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമാണ്. ഡോക്ടർ K ഗോപിനാഥിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മോഡറേറ്ററായി ഇവിടെ എത്തിയിട്ടുള്ളത് പ്രമുഖ സോഷ്യലിസ്റ്റും ലോഹിയാർ വിചാരവേദിയുടെ നേതാവ് കൂടിയായിട്ടുള്ള വിജയരാഘവൻ ചേലിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്ന VT ബാലൻ മാസ്റ്ററെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു. വേദിയിൽ അടുത്തതായി നടക്കുന്നത് ജനാധിപത്യം നിജവും വ്യാജവും മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന MK ഗാന്ധിയുടെ പുസ്തക പ്രകാശനം. പുസ്തകം പ്രകാശനം നടത്തുന്നത് ഡോക്ടർ MP മത്തായി. ഏറ്റുവാങ്ങാൻ TK വിജയരാഘവൻ. रघुपति राघव राजा राम पतित पावन सीताराम. ഉടനെ തന്നെ ഈ വേദിയിൽ സംവാദം ആരംഭിക്കുന്നു. ലോകത്ത് ഗാന്ധിയെ ഫിലോസഫർ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നവരെത്രയാണ്? എന്താണ് ഫിലോസഫർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഗാന്ധി ഹിംസരാജ് എഴുതിയ സമയത്ത് അതിൻ്റെ ആദ്യ കോപ്പി അയച്ചു കൊടുത്തിരുന്ന ഒരാൾ ടോൾസ്റ്റോയ് ആയിരുന്നു. ആദ്യത്തെ വായനക്കാരിലും മറ്റൊരാൾ ഗാന്ധി തന്നെ തൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് വിളിച്ചിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ഗോഖലെയെ സംബന്ധിച്ച് ആ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത്, ഇനിയും ഇതൊരു അല്പ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടത്ര മെച്യൂർ ആവാത്ത ഒരാളുടെ എഴുത്ത് എന്നുള്ള രീതിയിലാണ്. ഇനിയും കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു പരാമർശമാണ് ഗോഖലെയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പക്ഷേ ടോൾസ്റ്റോയ് പറയുന്നത് ഹിംസരാജ് എന്നുള്ളതിൻ്റെ ഒരു വിശേഷണം നമുക്കറിയാം. ഒരു ബൈലൈൻ ഇന്ത്യയുടെ ഹോം റൂൾ എന്നാണ്. ഇത് ഇന്ത്യയുടെ ഹോം റൂളല്ല, ഇന്ത്യയുടെ സ്വരാജിനെ കുറിച്ചുള്ള സങ്കല്പനങ്ങളല്ല
ഒരു പുതിയ ലോകക്രമത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് ഇന്ത്യയുടെ മാത്രമല്ല, ഒരു പുതിയ ലോകത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ ആണ് എന്ന് ആദ്യമായി പറയുന്നത് ടോൾസ്റ്റോയാണ്. അപ്പോൾ ടോൾസ്റ്റോയെ സംബന്ധിച്ച് ഗാന്ധി ഒരു ഫിലോസഫറാണ്. പക്ഷേ ഇന്ത്യയിലുള്ള ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിലകൻ്റെ കാലമാണ്, അല്ലെങ്കിൽ തിലകൻ്റെ കാലശേഷമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചുള്ള ഒരാളാണ് ഗോഖലെ. താരതമ്യേന ലിബറലാണ്. അദ്ദേഹത്തിന് ഇതൊരു തത്വചിന്തയായിട്ടോ ഒരു പുതിയ ലോകത്തിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ടോ തോന്നുന്നില്ല. ഇത് പിൽക്കാലത്തും നമ്മൾക്ക് കുറേ കാലം നമ്മൾ അനുഭവിച്ചിട്ടുള്ള വിഷയമാണ്. ഗാന്ധി വിമർശിക്കപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. മാനിഫെസ്റ്റോ എന്നുള്ള നിലയിൽ ടോൾസ്റ്റോയ് പറഞ്ഞ ഹിംസരാജിലേക്ക് നമ്മൾ ശ്രദ്ധ പോയാൽ അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന, നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഒരു പുതിയ ലോകക്രമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഗാന്ധി നേരത്തെ സെഷനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആധുനിക നാഗരികതയുടെ, പാശ്ചാത്യ നാഗരികത എന്ന് പറയുന്ന മോഡേൺ സിവിലൈസേഷൻ്റെ ഒരു ക്രിറ്റീക്കാണ്, വിമർശകനാണ്. രാജാറാം തോൽപ്പാടി സൂചിപ്പിച്ചതുപോലെ അത് കേവലം പാശ്ചാത്യമായ എല്ലാത്തിനെയും നിരാകരിക്കുകയല്ല. ഗാന്ധിയുടെ മനസ്സിൽ സോക്രട്ടീസ് ഉണ്ട്, ഗാന്ധിയുടെ മനസ്സിൽ ഗ്രീക്ക് ചിന്തകരുണ്ട്, ജീസസ് ഉണ്ട്. അങ്ങനെ ലോകത്തിൽ അദ്ദേഹത്തിന് മുന്നേ കടന്നുപോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ചിന്തകൾ ഗാന്ധിയിലൂടെ, ഗാന്ധി എന്ന അരിപ്പയിലൂടെ മാറ്റി പണിയപ്പെടുന്നുണ്ട്. ഗാന്ധിയുടെ തന്നെ ഒരു വരിയുണ്ട്, ഞാൻ കാൽവയ്ക്കുന്നത് യൂക്ലീഡിയൻ തലം. നിങ്ങൾ യൂക്ലീഡിയൻ എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കലാണ്. ഗാന്ധിയുടെ വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. യൂക്ലീഡിയൻ തലത്തിൽ വരച്ചിട്ടുള്ള ഒരു രേഖയിലെ ഒരു ബിന്ദുവിലാണ് ഞാൻ കാൽവയ്ക്കുന്നത് എന്നാണ്. വളരെ മനോഹരമാണത്. രേഖ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? അത് അനന്തമാണ്. എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ നിന്ന് അവസാനിക്കുന്നു എന്നില്ല. അതിലൊരു ബിന്ദുവിലാണ് ഞാൻ കാൽവയ്ക്കുന്നത് എന്ന് ഗാന്ധി പറയുന്നുണ്ട്. അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഒറ്റ കാൽവെപ്പ്, അടുത്ത ഒരു സ്റ്റെപ്പ് കൊണ്ട് ഞാൻ സംതൃപ്തനാണെന്നുള്ളതാണ്. ഒരു സ്റ്റെപ്പ് കൊണ്ട് മാത്രം ഞാൻ സംതൃപ്തനാണ്. ഈ രീതിയിൽ തന്നെ ലോകത്തിലെ ചിന്തകരുടെ ഒരു പരമ്പരയിൽ ഒരു കണ്ണിയായി ചേർക്കുകയാണ് ഗാന്ധി. അവിടെയാണ് ഗാന്ധിയുടെ കൂട്ടിച്ചേർക്കലുകൾ വരുന്നത്. ഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു യാഥാസ്ഥിതികനായ ഒരു മനുഷ്യനായി, ചിന്തകനായി പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു വിമർശനം അദ്ദേഹം ഒരു ഫിലോസഫർ അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം മലയാളത്തിലൊരു പുസ്തകത്തിലുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ മഹാത്മാഗാന്ധിയും ഇസവും മഹാത്മാഗാന്ധിയും എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു ബൂർഷ്വ ചിന്തകൻ്റെ ചില ഈ ജൽപ്പനങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് ആ കാലഘട്ടത്തിൽ മറുപടി വന്നില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് മറുപടി വന്നിട്ട് രാഘവൻ തിരുമുൽപ്പാടിൻ്റെ ഇസവും മഹാത്മാഗാന്ധിയും എന്ന അതേ പേര് തിരിച്ചിട്ടുകൊണ്ട് മഹാത്മാഗാന്ധിയും ഇസവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് EMS നമ്പൂതിരി പറഞ്ഞിട്ടുള്ള എന്താണ് ഫിലോസഫി, എന്താണ് നാഗരികത, എന്താണ് ഗാന്ധിയുടെ ചിന്ത, എന്താണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ വിമർശനങ്ങൾ, ആ വിമർശനങ്ങളിലെ അപര്യാപ്തകൾ എന്തൊക്കെ എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധയിലില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത് പ്രിൻ്റ് ഔട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. വളരെ കുറഞ്ഞ രീതിയിൽ അവൈലബിളാണ്. ആ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ എങ്ങനെയാണ് ഗാന്ധി ചിന്തിച്ചത്, എങ്ങനെയാണ് ഒരു ഗാന്ധി വിപ്ലവകാരിയാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഗാന്ധി ഒരു റവല്യൂഷണറിയാണ്. എന്തുകൊണ്ട് മാർക്സും ഗാന്ധിയുമായുള്ള താരതമ്യങ്ങളിൽ മാർക്സ് നിലവിൽ നിൽക്കുന്ന ഒരു നാഗരികതയുടെ മേലെ ഒരു മാനേജീരിയലായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് മനുഷ്യ സൗഹൃദമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ നാഗരികതയുടെ ഊടും പാവും മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നേയില്ല. പക്ഷെ ഗാന്ധിയാവട്ടെ ഇതുവരെ മനുഷ്യൻ പരിപാലിച്ചു പോയിട്ടുള്ള, കണ്ടിട്ടുള്ള എല്ലാ നാഗരികതകളെയും ഉപേക്ഷിച്ച് ഒരു പുതിയ നാഗരികതയുടെ സങ്കല്പം നമ്മളെ മുന്നിലേക്ക് വെക്കുകയാണ്. ആ പുതിയ നാഗരികത, അതുകൊണ്ടാണ് ഗാന്ധിയെ പുതിയ നാഗരികതയുടെ ദാർശനികൻ എന്ന് വിളിക്കുന്നത്.
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടുള്ള, നമ്മുടെ ചിന്തയെ രൂപപ്പെടുത്തിയിട്ടുള്ള, നമ്മുടെ ഈ ലോകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള, നമ്മുടെ ചോദ്യങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നാഗരികതയിൽ നിന്ന് ഗാന്ധിയെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സൂചകങ്ങളൊക്കെ തന്നിരിക്കുന്നത് ഇത് നാഗരികതയാണ്. ഡോക്ടർ ലോഹിയയുടെ ഒരു നിരീക്ഷണം ഉണ്ട് അതിൽ. ഒരു നാഗരികതയിൽ ജീവിക്കുന്ന മനുഷ്യന് ആ നാഗരികതയിൽ നിന്ന് വേറിട്ടുള്ള ഒരു നാഗരികതയെ പറ്റി വിഭാവനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിനെയാണ് സത്യത്തിൽ ഗാന്ധി അഭിസംബോധന ചെയ്യുന്നത്. പുതിയൊരു നാഗരികതയെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകളെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് അഹിംസയും സത്യവുമെന്ന രണ്ട് അടിത്തറകളിൽ കൃത്യമായി അതിൽ തുടർന്നു പോകുന്നതാണ്. അത് മനുഷ്യന് ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഗാന്ധി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഗാന്ധി നേരിട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഹിംസരാജ് എഴുതിയതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് ബ്രിട്ടനിൽ നടന്നിട്ടുള്ള, ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ഒരു ദസറ ആഘോഷത്തെ തുടർന്നുള്ള ഒരു പ്രകോപനത്തിൽ നിന്നാണ് വരുന്നത്. അന്ന് ഗാന്ധി ദസറ ആഘോഷത്തെ അവിടുത്തെ ഒരു സെമിനാറിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഗാന്ധി അവിടെ സംസാരിക്കുന്നത്. അത് മുഴുവൻ അഹിംസാത്മകമായ ഒരു സമര രീതിയെ, ഒരു അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു നാഗരികതയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. അത് നിരാകരിച്ചുകൊണ്ട്, അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് തുടർന്ന് സംസാരിച്ചത് സവർക്കറായിരുന്നു. സവർക്കർ അത് ഞങ്ങൾ ആയുധം കൊണ്ട്, അക്രമം കൊണ്ട് ഞങ്ങൾ ശത്രുവിനെ തോൽപ്പിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രകോപനമാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ച് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യാത്രക്കിടയിൽ എഴുതി തീർത്ത ഹിംസരാജ്. അത് അഹിംസാത്മകമായ ഒരു ലോകത്തിനുള്ള ഒരു മറ്റൊരു ലോകം സാധ്യമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അവിടെ തുടങ്ങുന്നു ഗാന്ധി എന്ന ഫിലോസഫർ, ഗാന്ധി എന്ന തത്വചിന്ത. അതൊരാശയമായി നമ്മുടെ മുന്നിലുണ്ട്. അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഓരോ ഘട്ടത്തിലും ഗാന്ധി അതിജീവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കഴിഞ്ഞ ഒക്ടോബർ 2 നമുക്കറിയാം, ഗാന്ധിയെ, ആ ആശയത്തെ ഭയക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയുടെ 100ാമത്തെ വാർഷിക ദിനമായിരുന്നു, ജന്മദിനമായിരുന്നു. അന്ന് തന്നെയാണ് ഗാന്ധിയുടെ ജന്മദിനം. അതിന് മുമ്പ് അവർ മുഖാമുഖം വന്നത് 1948 ജനുവരി 30-നാണ്. ആ 30-ല് ഗാന്ധിയെ ഗാന്ധിയുടെ ജീവൻ എടുത്തു കളയുന്ന, പക്ഷേ ആ ചിതയിൽ നിന്ന് കത്തിയിട്ടുള്ള ആ വെളിച്ചം ഈ അക്രമികളുടെ ഹൃദയത്തിലെ, അല്ലെങ്കിൽ ഈ മനസ്സിലെ ആ ഇരുട്ടിനെ നമുക്ക് തുറന്ന് കാണിച്ചിരുന്നു. ആ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതയായിരുന്നു ഇത്രയും കാലം നമുക്ക് വെളിച്ചമായിരുന്നത്. അത് വീണ്ടും ഇരുട്ട് പരക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ വടകര അതിനെതിരായിട്ടുള്ള ആ വെളിച്ചത്തെ, ആ ദീപശിഖയെ ഉയർത്തിപ്പിടിക്കുകയാണ്. അതാണ് ഗാന്ധി ഫെസ്റ്റ്. അതുകൊണ്ട് ഗാന്ധി ഫെസ്റ്റിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. രമേശൻ മാഷ് നേതൃത്വത്തിലുള്ള ഒരു ഈ പ്രദർശനമുണ്ട്. ആ പ്രദർശനത്തിലൂടെ നടന്നു പോയാൽ എങ്ങനെയാണ് ഗാന്ധി വളർന്ന് വലുതായത് എന്ന്, മേക്കിംഗ് ഓഫ് ഗാന്ധി സത്യത്തിൽ അതിനകത്തുണ്ട്. അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഇതിനെ തുടർന്ന് ഇവിടെ ഈ ഗാന്ധിയൻ തത്വചിന്ത എന്ന വിഷയത്തിലുള്ള ഒരു ചർച്ച നടക്കുകയാണ്. അതിലാദ്യമായി സംസാരിക്കുന്നത് MP മത്തായി സാറാണ്. മത്തായി സാറ് ഗാന്ധിയുടെ പ്രപഞ്ചവീക്ഷണം എന്ന് പറഞ്ഞുള്ളൊരു പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ആദ്യ 15 മിനിറ്റുകൾ വീതം ഓരോ പ്രഭാഷകരും സംസാരിക്കും. അതിനുശേഷം വീണ്ടും അതിനൊരു റിഫ്ലക്ഷൻ എന്നുള്ള നിലയിലുള്ള 5 മിനിറ്റുകൾ വീതം കൂടെ സംസാരിക്കും. 80 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സെഷൻ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ മൈക്ക് മത്തായി സാറിന് കൈമാറുകയാണ്. സുഹൃത്തുക്കളെ, ഇപ്പം തന്നെ വളരെ വൈകി ഓടുന്നൊരു വണ്ടിയാണിത്. അതുകൊണ്ട് കൂടുതൽ ഇത് ലേറ്റാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യമായിട്ട് ഈ ഗാന്ധി ഫെസ്റ്റിന്
എൻ്റെ വ്യക്തിപരമായ സഹകരണവും എൻ്റെ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. രണ്ടാമത് എന്നെ ഇതിന് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട്, എന്നെ അനേകവട്ടം വിളിച്ചത് ശ്രീ ഹരീന്ദ്രനാഥാണ്. അദ്ദേഹത്തോട് പ്രത്യേകിച്ചും ഉള്ള എൻ്റെ കടപ്പാടും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. വടകര വരുന്നത് ഞാൻ സുഹൃത്തുമായി പറഞ്ഞതുപോലെ ഇപ്പോഴും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം വളരെ പ്രബുദ്ധതയുള്ള ഒരു പ്രദേശമായിട്ടാണ് ഞങ്ങൾ തെക്കൻ പ്രദേശങ്ങളിലുള്ള ആളുകൾ വടകരയെ കാണുന്നത് എന്ന് പറയുന്നതിലും എനിക്ക് പ്രത്യേകമായ സന്തോഷം. ഗാന്ധിയൻ തത്വചിന്ത എന്നാണ് വിഷയത്തിന് അവർ വിഷയത്തെ ലേബൽ ചെയ്തിരിക്കുന്നത്. ഗാന്ധിയൻ തത്വചിന്തയെപ്പറ്റി പറയുമ്പോൾ പല തലങ്ങളിൽ അത് അഭിസംബോധന ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഒന്നാമത് ഇവിടെ ശ്രീ വിജയരാഘവൻ പറഞ്ഞതുപോലെ ഗാന്ധി ഒരു തത്വചിന്തകനാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാനതിവിടെ സൂചിപ്പിക്കപ്പെട്ട എൻ്റെ പുസ്തകത്തിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതേപ്പറ്റി രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഗാന്ധിജിക്ക് ഒരു തത്വചിന്ത, ഒരു തത്വശാസ്ത്രം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും വാദിക്കുന്നവരും, അതില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളും ആണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത അല്ലെങ്കിൽ സത്യം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണ്. ഭഗവാൻ ബുദ്ധൻ പറഞ്ഞതുപോലെ മറ്റു പല ജൈവ ചിന്തകന്മാരും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ സത്യം ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് എന്നുള്ളതാണ്. കാരണം ഗാന്ധിജി ഒരു പ്രത്യേകതരം തത്വചിന്തകനാണെന്നുള്ളതാണ്. നമ്മളൊരു വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപിതമായിട്ടുള്ള ഒരു മാമൂൽ പ്രകാരമുള്ള അർത്ഥത്തിലുള്ള ഒരു തത്വചിന്തകനല്ല ഗാന്ധിജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഗാന്ധിജി ഞാൻ ഒരു ഇസം, ഗാന്ധിസം, സാധാരണ നമ്മൾ ഈ തത്വശാസ്ത്രത്തെയൊക്കെ ഇസം ചേർത്താണ് മാർക്സിസം എന്നൊക്കെയാണ് അങ്ങനെ ഒരു ഇസം ഇല്ല, അങ്ങനെ ഒരു ഇസം അവശേഷിപ്പിച്ചിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞതാണ്. കാരണം ഇസങ്ങൾ വിഭജനത്തിലേക്ക് നയിക്കും എന്ന് വളരെ നന്നായി അറിയുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജി തന്നെ അത് ഡിസോൺ ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇതൊന്നും പുതിയ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ അധികം പേർക്കും അറിയാവുന്ന കാര്യങ്ങളും കേട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പുതുതായി ഈ ലോകത്തോട് മനുഷ്യജാതിയോടൊന്നും പറയാനില്ല. ഐ ഹാവ് നത്തിങ് ന്യൂ ടു ടീച്ച് ദ വേൾഡ്. അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രമാണങ്ങളാണല്ലോ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നതാണല്ലോ, സത്യവും അഹിംസയും. സത്യവും അഹിംസയും പർവ്വതങ്ങളോളം പഴക്കമുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ആർ ആസ് ഓൾഡ് ആസ് മൗണ്ടൻസ് എന്നാണ്. ഒന്നും പുതുതായിട്ട് പറയാനില്ല. പിന്നെ എന്താണ് നമ്മൾ ഗാന്ധിജിയിൽ കാണുന്ന മൗലികത എന്ന് ചോദിച്ചാൽ, ഈ സത്യത്തിനും അഹിംസയ്ക്കും കാലികമായ പ്രയോഗ രീതികൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത് പ്രയോഗിച്ച് അതിൻ്റെ പ്രായോഗികത തെളിയിച്ച് കാണിച്ചു എന്നുള്ളതാണ്. ഇതാണ് പ്രസക്തമായ കാര്യം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അദ്ദേഹം കറുത്ത അവരുടെ ഇടയിലെ ഗാന്ധി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു പാതിരിയായിരുന്നു, ഒരു ലൂതറൻ ചർച്ചിൽപ്പെട്ട ആളാണ്. അദ്ദേഹം സെമിനാരിയിൽ പഠിച്ചു, ദീർഘകാല സെമിനാരിയിൽ പഠിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞ്, സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറ്റിയാണ്. ഗാന്ധിജി അഹിംസയ്ക്ക് കൊടുത്ത വിശദീകരണം അത് ലവ്, ആക്റ്റീവ് ലവ് ആണ്. അത് സെൻറ്റ് പോള്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന സെൻറ്റ് പോള് വിശദീകരിച്ചിട്ടുള്ളതുപോലെയുള്ള സ്നേഹമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അത് ഗാന്ധിജി അങ്ങനെയാണ് നോൺ വയലൻസിനെ ഡിഫൈൻ ചെയ്തത്. ഇപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞു, ഈ സ്നേഹത്തെപ്പറ്റി ഞങ്ങളുടെ പ്രൊഫസേഴ്സും ഞങ്ങളുടെ പാതിരിമാരും മഹാപുരോഹിതന്മാരും ഒക്കെ ഞങ്ങളോട് പറയും. പക്ഷേ എങ്ങനെയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ നേരിടുന്ന പ്രായോഗിക ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രയോഗിക്കാവുന്നത്? ഇതൊരു പ്രയോഗക്ഷമതയുള്ള ഒരു സങ്കല്പനമാണോ, അല്ലെങ്കിൽ ഒരു വികാരമാണോ, ഒരു ഭാവമാണോ ഈ സ്നേഹം? ഇതിന് ഞാൻ എത്ര ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടും മറുപടി കിട്ടിയില്ല. അവസാനം ഗാന്ധിജിയുടെ ജീവിതവും പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് അതെങ്ങനെ സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലായത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം, ഈ പറയുന്ന പ്രമാണങ്ങൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിലല്ല ഗാന്ധിജിക്ക് താല്പര്യം. പാശ്ചാത്യ തത്വശാസ്ത്രത്തിൻ്റെ, എൻ്റെ വലതുവശത്തിരിക്കുന്നയാൾ തത്വശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായിരുന്നയാളാണ് ഒരു സർവകലാശാലയിൽ. ഞാൻ ഗാന്ധിയൻ തത്വശാസ്ത്രത്തെ ഊന്നി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ തത്വശാസ്ത്രത്തിൽ എന്താണ് രീതി എന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രമാണം അവതരിപ്പിക്കുകയും അതിനെ യുക്തിയുക്തമായി വാദിച്ച് സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഔപചാരിക തത്വശാസ്ത്രത്തിൻ്റെ ഒരു രീതി. അതാണെന്നുള്ളതാണ് അതിൻ്റെ ഇന്നർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്.
അതിൻ്റെ പൂർവാപര പൊരുത്തം, ആന്തരികമായിട്ടുള്ള പൂർവാപര പൊരുത്തവും അതിൻ്റെ ലോജിക്കൽ സീക്വൻസും അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള സിദ്ധാന്തങ്ങളെ അതെങ്ങനെയാണ് മനസ്സിലാക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതെന്നും ഇതേ സംബന്ധിച്ച് ഭാവിയിൽ ഉത്ഭവിക്കാവുന്ന ചോദ്യങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനുള്ള മറുപടികൾ കൊടുത്ത് അങ്ങനെ ഒരു ചെറിയ യുദ്ധം പോലെ മുന്നോട്ട് പോകുന്ന ഒരു ബൗദ്ധിക യുദ്ധമാണ് സാധാരണ വ്യവസ്ഥാപിതമായിട്ടുള്ള പാശ്ചാത്യ സങ്കല്പത്തിൽ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ത്യക്കാരങ്ങനെയല്ല, അല്ലെങ്കിൽ പൗരസ്ത്യ ലോകം അങ്ങനെയല്ല തത്വശാസ്ത്രത്തെ കണ്ടത്. തത്വശാസ്ത്രം എന്ന് പറയുന്നത് ചില അടിസ്ഥാന പ്രമാണങ്ങളുടെ പ്രഖ്യാപനമാണ്. അതിനെ എങ്ങനെയാണത് വാലിഡേറ്റ് ചെയ്യേണ്ടത്? അതിന് വാലിഡേറ്റ് ചെയ്യേണ്ടത്, അതിനെ ശരിക്കും വ്യാഖ്യാനിച്ച് സ്ഥാപിക്കേണ്ടത് യുക്തി കൊണ്ടല്ല, നേരെ മറിച്ച് കർമ്മം കൊണ്ടാണ്, പ്രവൃത്തി കൊണ്ടാണ് അതിനെ സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രമാണങ്ങൾ ഒരു ദാർശനികൻ അല്ലെങ്കിൽ ഒരു ചിന്തകൻ അല്ലെങ്കിൽ ഒരു ഗുരു, ഒരാൾ പറയുന്ന പ്രമാണങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തിൽ പ്രയോഗിച്ച് കാണിച്ചത്, എങ്ങനെയാണ് മനുഷ്യൻ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ഈ പ്രമാണങ്ങൾ അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളെ ഒരു ദാർശനികനായി അംഗീകരിക്കുന്നതെന്നുള്ളതാണ് ഈ പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സമീപനങ്ങളിലെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിജി ഒരു സിസ്റ്റമാറ്റിക് ഫിലോസഫർ, ഞാൻ ആ വാക്കുകളാണ് ഉപയോഗിച്ചിട്ട്, ഗാന്ധിജി ഒരു സിസ്റ്റമാറ്റിക് ഫിലോസഫർ അല്ല, അതായത് വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു ദാർശനികനല്ല, നേരെ മറിച്ച് ഒരു പ്രത്യേകതരം ഒരു പൗരസ്ത്യ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ രീതിയിലുള്ള ഒരു ദാർശനികനാണ് എന്നാണ് ഒരു കാര്യം. അങ്ങനെയുള്ള ആ കാഴ്ചപ്പാട് ഒരു വളരെ റിജിഡായിട്ടുള്ള, വളരെ വളരെ കെട്ടുറപ്പുള്ള ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഒരു സിസ്റ്റം ആയിരിക്കില്ല എന്നുള്ളതാണ്. അതെപ്പോഴും ഒരു ഓപ്പൺ എൻഡഡ് ആയിരിക്കും, തുറന്നതും തുറവിയുള്ളതും തുറക്കാൻ സാധിക്കുന്നതുമായ ഒന്നായിരിക്കും അത് എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെയുള്ള ഒരു പൊതു സിദ്ധാന്തം, ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു പൊതു സിദ്ധാന്തമാണ് ഗാന്ധിജി ആവിഷ്കരിച്ചിട്ടുള്ളത്. പൗരസ്ത്യ ചിന്തകന്മാർ എൻ്റെ ധാരണ അനുസരിച്ച് അങ്ങനെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. കോവിസാറിന് കിട്ടാവുന്നതാണ്. അതിനെ പാശ്ചാത്യ ലോകത്ത് തന്നെ ഇങ്ങനെ ഈ തത്വശാസ്ത്രത്തെ നിരീക്ഷിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരതിൽ ഉപയോഗിക്കുന്ന വാക്ക് ഫിലോസഫി എന്നല്ല ഉപയോഗിക്കുന്ന വാക്ക്, അതിന് അവരുപയോഗിക്കുന്നത് ജർമ്മൻകാരാണ് ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് തലപുണ്ണാക്കിയിട്ടുള്ള ആളുകൾ. അവരുപയോഗിക്കുന്ന വാക്ക് വെൽട്ടൺ ഷ്രോങ് എന്ന് പറയുന്നൊരു വാക്കാണ്. ആ വാക്കിൻ്റെ ഇംഗ്ലീഷിൽ വേൾഡ് വ്യൂ എന്നാണ്. നമ്മൾ സാധാരണ പറയുന്നത് ലോകവീക്ഷണം എന്നാണ്. ഞാൻ അതിനുപയോഗിച്ചിട്ടുള്ളത് പ്രപഞ്ച വീക്ഷണം എന്നാണ്. കാരണം ഈ പ്രപഞ്ചത്തെ എങ്ങനെ കാണുന്നു, അതിൽ ലോകത്തെ എങ്ങനെ കാണുന്നു, അതിൽ മനുഷ്യരെ എങ്ങനെ കാണുന്നു, ചരാചരങ്ങളെ എങ്ങനെ കാണുന്നു, ഇവ തമ്മിലുള്ള പാരസ്പര്യത്തെ എങ്ങനെ കാണുന്നു എന്നെല്ലാം പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഔട്ട്ലൈൻസ് ഇങ്ങനെ വരച്ചിടുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അതാണ് ഒരു ലോകവീക്ഷണം. ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു ലോകവീക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു പ്രപഞ്ച വീക്ഷണമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിഗമനം. ഞാൻ ദീർഘകാലമായി ഗാന്ധി ഏകദേശം വളരെ വിശദമായി വായിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ അതാണ് പറയാനുള്ളത്. ഇനി എത്ര മിനിറ്റ് കൂടിയുണ്ട്? 8 മിനിറ്റ് കൂടിയുണ്ട്. ഞാനിതിൻ്റെ ഞാൻ ഒരു റഫായിട്ട് എന്താണെന്ന് കൂടെ പറഞ്ഞില്ലെങ്കിൽ അതൊരു അപൂർണമായി പോകുമല്ലോ. അതുകൊണ്ട് പറയാം, ഗാന്ധിജിക്ക് ചില അടിസ്ഥാന വിശ്വാസങ്ങളുണ്ടായിരുന്നു. ആ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യവും അഹിംസ എന്നുള്ള 2 വാക്കുകളിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ സംക്ഷേപിച്ച് പറയാം. എവിടെ നിന്നാണ് ഈ കുട്ടിക്ക്, ഈ ചെറുപ്പക്കാരന് ഈ സത്യനിഷ്ഠയും ഈ അഹിംസയോടുള്ള ആഭിമുഖ്യവും ലഭിച്ചത്? എന്താണ് അതിൻ്റെ സോഴ്സ്, അതിൻ്റെ പ്രഭാവം എന്താണ്? ഗാന്ധിജി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പേരൻസ്, അമ്മയച്ഛനും. അദ്ദേഹത്തിൻ്റെ അമ്മ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള സാധാരണ അമ്മമാരെ പോലെ, വിശ്വാസമുള്ള അമ്മമാരെ പോലെ ഒരു ഭക്തയായിരുന്നു. ഭക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, ക്ഷേത്രത്തിൽ പോവുക, പൂജകൾ ചെയ്യുക, വ്രതങ്ങൾ അനുഷ്ഠിക്കുക, അതിരാവിലെ എഴുന്നേൽക്കുക, ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന വളരെ ലളിതമായിട്ടുള്ള ഭക്തിയിൽ കൂടി സഞ്ചരിച്ചിട്ടുള്ള ഒരു നാട്ടിൻപുറത്തെ സാധാരണ സ്ത്രീയായിരുന്നു അമ്മ. പക്ഷെ ഗാന്ധിജി അമ്മയുടെ ഈ വ്രതനിഷ്ഠയ്ക്കകത്ത് അവർ പാലിച്ചിട്ടുള്ള ഒരു കാർക്കശ്യം എന്ന് പറയുന്നത്, ഒരു കൃത്യത, അതാണ് ഗാന്ധിജിയെ സ്വാധീനിച്ചു എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചിട്ടുള്ള വിശുദ്ധി എന്ന് പറയുന്നുണ്ട്, ഒരു വിശുദ്ധിയുണ്ട്, ഒരു പ്യൂരിറ്റി.
അതും ഗാന്ധിജി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് എൻ്റെ അമ്മയെ പറ്റിയിട്ടുള്ള ഓർമ്മ ഈസ് വൺ ഓഫ് സെയിന്റ്ലിനെസ് എന്നാണ്. ഞാൻ ഒരു പരിശുദ്ധയെ കാണുന്നത് പോലെയാണ് എൻ്റെ അമ്മയെ കാണുന്നത്. ഇതിൽ നിന്നൊരു സ്വാധീനം. രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നേരെ മറിച്ച് ഈ മതങ്ങളുടെ സൈദ്ധാന്തികമായിട്ടുള്ള തലമുണ്ട്, തിയോററ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള അടിസ്ഥാനങ്ങൾ. അതേപ്പറ്റി മറ്റു മത പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി അദ്ദേഹം ഡയലോഗുകൾ നടത്തുമായിരുന്നു, സംവാദങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ സംവാദങ്ങളിൽ കൂടി അദ്ദേഹം ഈ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ഇതാണ് ഒന്ന്. അതിനാണ് ഒരു ജനറ്റിക്കലായിട്ടുള്ള കാര്യം. രണ്ടാമത് ഗാന്ധിജിയുടെ ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അതിൽ നിന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള പല പല പാഠങ്ങളും ഉൾക്കാഴ്ചകളുമുണ്ട്. ഇതെല്ലാം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്നും അദ്ദേഹം കണ്ടിട്ടുള്ള നാടകങ്ങൾ, അദ്ദേഹം വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ഹരിശ്ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ പ്രഹ്ലാദിൻ്റെയും ഒക്കെ കഥകൾ, പുരാണങ്ങൾ, ഇതെല്ലാം അതിൽ നിന്നെല്ലാം സ്വാംശീകരിച്ചതാണ് ഗാന്ധിജിയുടെ ഈ ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അടിസ്ഥാന പ്രമാണങ്ങൾ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ പ്രപഞ്ചം, നമ്മൾ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ ഗാന്ധിജി നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന അത്രയും ലളിതമായി കാര്യങ്ങൾ കണ്ട ആളല്ല. ഇതിൻ്റെ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്, ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ്, എഴുതിയിട്ടുള്ള ആളാണ്, വ്യാഖ്യാനിച്ചിട്ടുള്ള ആളാണ്. അതിനെ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കൂടി വ്യാഖ്യാനിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ എന്താണ് കാണുന്നത്? പ്രത്യക്ഷത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, മാറ്റമൊഴികെയെല്ലാം. ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് വരെ പറയുന്നുണ്ടല്ലോ, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രപഞ്ചത്തിനൊരു ക്രമബദ്ധതയുണ്ട്, അതിനൊരു താളക്രമമുണ്ട്. വേദങ്ങളിൽ ഋതം എന്ന് പറയുന്ന ഒരു താളക്രമമുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഈ പ്രപഞ്ചത്തിലെ ഒട്ടനവധി പ്രതിഭാസങ്ങളെ യഥാസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് അതിനെ ക്രമീകൃതമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങളും സ്വാതന്ത്ര്യവും കൊടുത്ത് നിയന്ത്രിക്കുന്ന ഒരു മഹാശക്തിയുണ്ട്. BBC-ക്ക് അദ്ദേഹം നൽകിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. there is an indefinable mysterious power behind the universe എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് അതിനെ ഫീൽ ചെയ്യും എന്ന് പറയുന്നതാണ്. യു ക്യാൻ ഫീൽ ഇറ്റ്, യു കനോട്ട് സീ ഇറ്റ്. അങ്ങനെ ഒരു ശക്തിയുണ്ട്. അങ്ങനെ ഒരു ശക്തിയിൽ അദ്ദേഹം വിശ്വസിച്ചു. ഒന്ന്, ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും, ജീവനുള്ളതും ഇല്ലാത്തതും, കാണാവുന്നതും കാണാൻ പാടില്ലാത്തതുമായ സമസ്ത ചരാചരങ്ങളും ഈ മഹാശക്തിയുടെ അഭിവ്യക്തിയാണ്, മാനിഫെസ്റ്റേഷനാണ്. ഈശാവാസ്യമിതം സർവം യത്കിം ജഗത്യാം ജഗത് സർവം ഖൽവിദം ബ്രഹ്മം. ഇങ്ങനെ മഹാവാക്യങ്ങളിൽ എല്ലാം ഇത് പണ്ടത്തെ ആളുകൾ സംക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സകല ചരാചരങ്ങളും ഈ അഭിവ്യക്തിയാണ്, ഈ മഹാശക്തിയുടെ അഭിവ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ പരാശക്തിയുടെ അഭിവ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാ ചരാചരങ്ങളിലും ഈ ഒരു പരാശക്തിയുടെ അംശമുണ്ട്. ദർ ഇസ് എ സ്പാർക്ക് ഓഫ് ദ ഡിവൈൻ ഇൻ എവറി ക്രിയേഷൻ. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറയും. അതുകൊണ്ട് എല്ലാ സൃഷ്ടിയെയും നമ്മൾ ആദരപൂർവം സമീപിക്കണം. 2, എല്ലാ സൃഷ്ടിയും സത്തയിൽ ഒന്നാണ്. നമ്മൾ പറയില്ലേ, എന്താണ് ഈ ഒരു കുടുംബമാണെന്ന് പറയില്ലേ, വസുദൈവ കുടുംബകം എന്ന് നമ്മൾ പറയും. വിവരമില്ലാത്തവരെന്താണ്, അയം നിജ പരോവേദി ഗണന ലഘുചേതസ ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. അല്പബുദ്ധികൾ ഇത് പലതായിട്ട് കാണും. അതേസമയത്ത് വിവരമുള്ളവർ ഇതൊന്നാണ് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും സത്താപരമായി ഒന്നാണ്. ഗാന്ധിജി ഉപയോഗിക്കുന്ന വാക്ക് ഏകാത്മകമാണ്. അതുകൊണ്ട് ഈ പരാപരഭേദം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒരു മനുഷ്യൻ്റെ തെറ്റായ എന്തെന്നാ ഗോപിനാഥ് മാഷെ ഒരു ഫിലോസഫിക്കൽ ഫാലസിയാണത് എന്ന് പറയും. അതാണ് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള, ഇറ്റ്സ് എ മെറ്റഫിസിക്കൽ ഫാലസി, ഒരു വിഡ്ഢിത്താണത്. അതുകൊണ്ട് എന്തു വേണം, നമ്മൾ ഈ പാരസ്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഡിവിനിറ്റി, ഓരോ സൃഷ്ടിയിലും എന്നിലുമുള്ള ഈ ദിവ്യത്വം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം.
എങ്ങനെയാണ് ഞാൻ എന്നിലുള്ള ദിവ്യത്വം സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരമാവധി വികസിപ്പിച്ച് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള രൂപമുണ്ടല്ലോ. ഇവിടെ നിജം വ്യാജം എന്നൊരു പുസ്തകത്തിന് പേര്, അതിൻ്റെ നിജാവസ്ഥയിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജോലി. അതാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സെൽഫ് റിയലൈസേഷൻ സാധിക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ ആന്തരികമായിട്ടുള്ള ഒരു അച്ചടക്കം അതിന് പാലിക്കണം. അതാണ് സ്വരാജിൻ്റെ ആദ്യത്തെ അർത്ഥമായിട്ട് ഗാന്ധിജി ഹിന്ദ് സ്വരാജിൽ പറയുന്നത്. എന്താണ് സ്വരാജ് എന്ന് പറയും? ആത്മനിയന്ത്രണമാണ്. ആത്മനിയന്ത്രണത്തിന് പല തലങ്ങളുണ്ട്. ഒന്ന്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇന്ദ്രിയങ്ങളെ ആരെ കൊണ്ട് നിയന്ത്രിക്കും? മനഃശക്തി കൊണ്ട് നിയന്ത്രിക്കണം. മനസ്സിൻ്റെ സ്ഥിതി എന്താണ്? മനസ്സെന്ന് പറയുന്നത് വളരെ ചഞ്ചല പ്രകൃതമായിട്ടുള്ള ഒരു പക്ഷിയെ പോലെയാണ്. മനോരാജ്യത്തിൽ അർത്ഥരാജ്യമില്ല. അത് സർവ്വമോഹങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും പുറകെ ഓടുന്നതാണ്. ആ മനസ്സുകൊണ്ട് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്? അതുകൊണ്ട് അതിൻ്റെയും ഈ മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു മഹാശക്തി മനുഷ്യനിൽ സംസിദ്ധമാണ്, കുടികൊള്ളുന്നുണ്ട്. അതിൻ്റെ പേരാണ് ആത്മശക്തി എന്ന് പറയുന്നത്, ആത്മബലം. പുരാണങ്ങളിലൊക്കെ അത് ബ്രഹ്മ തേജോ ബലം എന്ന് പറയും. ബ്രഹ്മം നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്ന തേജസ്സാണ് ആ ബലം. ബ്രഹ്മ തേജോ ബലം ബലം എന്ന് രാമായണത്തിൽ പറയുമല്ലോ. ആ മനഃശക്തി കൊണ്ട് ഇതിനെ നിയന്ത്രിക്കണം. അങ്ങനെ ആന്തരികമായ അച്ചടക്കം പാലിച്ച് നമ്മൾ നമ്മളുടെ ആത്മസത്തയെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. ഇതിന് വിഘാതമായി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ. ഭരണം പോലും, ഭരണകൂടം, ജാതിമത ഭേദങ്ങൾ, ഞാനും നീയും രണ്ടാണെന്നുള്ള വിചാരം, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇതിനെയൊക്കെ നീക്കം ചെയ്യണം. ഈ സാക്ഷാത്കാരം സാധിക്കണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം? അത് അഹിംസ കൊണ്ട് ചെയ്യണം. കാരണം ഞാൻ ആരെ എതിർക്കുന്നുവോ ആ ആളും ഞാനും രണ്ടല്ല, ഒന്നാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അഹിംസാത്മകമായി ഈ വ്യക്തിത്വ വികാസത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാത്തിൻ്റെയും നിവാരണം ചെയ്യുക. അതിനെ മാറ്റിയാൽ, അതിനാണ് സത്യാഗ്രഹം. അതിനെ മാറ്റിയാൽ മാത്രം പോരാ, അതിനനുകൂലമായ സാഹചര്യങ്ങൾ, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും ഇംഗ്ലീഷ്. യു ഹാവ് ടു ക്രിയേറ്റ് ആൻ ആംബിയൻസ്. അതെങ്ങനെ പറ്റും? അത് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കൂടി, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂടി ഇതിനനുകൂലമായ മതസൗഹാർദ്ദം എന്ന് പറയുന്ന അതാണ്. ബലഹീനന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ. അങ്ങനെ കൂട്ടായ പരിശ്രമത്തിൽ കൂടി കൂട്ടായി നേടിയെടുക്കേണ്ടതാണ് ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടി ഗുഹാഗഹ്വരങ്ങളിൽ തപസ്സിരുന്ന് വ്യക്തിപരമായി നേടാവുന്ന ഒന്നല്ല. എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ച്, നിങ്ങൾ ഗാന്ധി ഫെസ്റ്റ് നടത്തുന്നത് പോലെ അങ്ങനെ സഹകരിച്ച് നേടേണ്ടതാണ്. അങ്ങനെ നേടുമ്പോൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമൂഹമാണ് സർവോദയ സമൂഹം. അങ്ങനെ അത് നേടുമ്പോൾ ലഭിക്കുന്നതാണ് സ്വരാജ് എന്ന് പറയുന്നത്, വിമോചനം എന്ന് പറയുന്നത് അങ്ങനെ ലഭിക്കുന്നതാണ്. ഇതാണ് ഒരു വളരെ ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഒരു ജീവിത ദർശനം എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതങ്ങനെ വളരെ ഉപരിപ്ലവമായി നമ്മൾ കാണേണ്ട ഒന്നല്ല. വളരെ ആഴമുള്ള ഒരു ബോധ്യങ്ങളിൽ നിന്ന്, ധാരണകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇയാൾക്ക് ഇതൊക്കെ കിട്ടിയത്? ഒരു ഫിലോസഫി പഠിച്ചിട്ടില്ലല്ലോ, ഗോവിന്ദാനന്ദ സാറിൻ്റെ സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നിട്ടില്ല. എന്നിട്ടും എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് ചോദിച്ചാൽ അതിന് ഒരു തുറന്ന മനസ്സുണ്ടായിരുന്നു ഗാന്ധിജി. എവിടെ പോകുമ്പോഴും ആരുമായി ഇടപെടുന്ന സമയത്തും സ്വാംശീകരിക്കുന്നതിനുള്ള ഒരു തുറന്ന മനസ്സുണ്ടാവുക, ഒന്ന്. രണ്ട്, തിരുത്തുന്നതിനുള്ള സന്നദ്ധത ഉണ്ടാവുക, രണ്ട്. മൂന്ന്, ഈ ആത്മബലം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ കൂടി കൊള്ളുന്ന ഈശ്വരാംശത്തെ ധ്യാനിക്കുക. ഞാൻ ഒരു കാര്യം കൂടി 1 മിനിറ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിനോബ 2 മനോഹരമായ വാക്കുകളിൽ ഇത് സംക്ഷേപിച്ചിട്ടുണ്ട്. വിനോബയെ വളരെ ആളുകളൊന്നും അങ്ങനെ വലിയ ഗൗരവമായി എടുക്കുന്ന ആളല്ല, പക്ഷേ അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. എന്താണ്? 1 തപം, 2 ജപം എന്ന് പറയുന്നത്. എന്താണ് തപം എന്ന് പറഞ്ഞാൽ? തപം എന്ന് പറഞ്ഞാൽ ഈ ഡിസിപ്ലിനാണോ നമ്മൾ ചെയ്യുന്നത്. തപം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ട കഷ്ടപ്പാടും ത്യാഗവും അതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു ശുദ്ധീകരണവുമുണ്ട്. നമ്മൾ പറയില്ലേ, ഇങ്ങനെ കാച്ചി ഈ ശുദ്ധീകരിച്ചതെന്ന് പറയില്ലേ, അങ്ങനെ കാച്ചിയെടുക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ തപം എന്ന് പറയുന്നത്. തപം വേണം, 2 ജപം വേണം. ആന്തരികമായി നമ്മൾ ഈ ഈശ്വരാംശത്തെ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അന്നേരമാണ് നമുക്ക് ഈ അപരോക്ഷജ്ഞാനം എന്ന് പറയുന്ന ഇൻറ്റ്യൂറ്റീവ് നോളജ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ വെടികൊണ്ടപ്പോൾ ഗാന്ധിജി എന്താ ഹേ റാം എന്നാണ് പറഞ്ഞത്. അത് കൃത്രിമമായി ഉണ്ടാക്കി പറയുന്നതല്ല, അത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം പോലെ സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്.
ഇനി ഞാൻ നീട്ടിയാൽ വിജയരാഘവൻ എന്നെ കൈ പിടിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഏകദേശമായി ഒരു ഗാന്ധിജിയുടെ ജീവിത ദർശനത്തെപ്പറ്റി പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എടുത്ത അധികം മിനിറ്റുകൾക്ക് വേണ്ടി സംഘാടകരോട് ക്ഷമ ചോദിക്കും. നന്ദി മോശെ. അപ്പോൾ രണ്ടാമത്തെ വട്ടത്തിലേക്കുള്ള വരവുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഒന്നും സംശയമായി ഒന്നും പറയുന്നില്ല. ഗോവിന്ദനാഥൻ മാഷ് തുടരുന്നു. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഒരു അരമണിക്കൂറെങ്കിലും അവതരിപ്പിക്കാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് തയ്യാറായി വന്നൊരു സാധനം 15 മിനിറ്റിലേക്ക് ഒതുക്കുക എന്ന് പറയും. ഞാൻ കൂടുതലൊന്നും പറയാതെ തന്നെ സംസാരിക്കും. ഓക്കെ, അങ്ങനെയാണ് വെച്ചാൽ ഏറെക്കുറെ നടക്കും തോന്നുന്നില്ല. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ചയാൾ, അതിനു മുൻപും സംസാരിച്ച ചില ആളുകൾ ഗാന്ധി ഒരു തത്വചിന്തകനാണോ അല്ലയോ, അല്ലെങ്കിൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു ഇസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതെന്ന രീതിയിൽ ചർച്ചയിൽ പൊന്തി വരികയുണ്ടായി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പോകാൻ സാധ്യവുമല്ല ഈ സമയത്ത്. ഞാനിത് വായിച്ചും കൊണ്ട് പ്രസൻറ്റ് ചെയ്യണം, സാധാരണഗതിയിൽ സെമിനാറിലൊക്കെ ചെയ്യുന്ന പോലെ എന്ന് വിചാരിച്ച് വന്നയാളാണ്. അപ്പം ഞാനിനി എൻ്റെ മനസ്സുകൊണ്ട് ചിട്ടപ്പെടുത്തി അപ്പം തന്നെ ചിട്ടപ്പെടുത്തി വരുന്നൊരു എക്സ്റ്റംബർ സ്പീച്ചായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ഒന്നാമത് നമുക്ക് ഗാന്ധി ഫിലോസഫറാണോ, ഗാന്ധിക്ക് ഒരു ഇസം ഉണ്ടോ എന്നുള്ള ചർച്ച അത്ര പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു സാങ്കേതികമായിട്ടുള്ള തർക്കം മാത്രമാണ്. ഇനി അത് തർക്കിക്കണം അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ തത്വചിന്തയെക്കുറിച്ചും ഇസത്തെക്കുറിച്ചും നമ്മുടെ ഉള്ളിൽ പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റികളിലടക്കം, കൊളോണിയൽ സൊസൈറ്റികളിലും അതിനെ തുടർന്ന് പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റികളിലും ഉണ്ടായിട്ടുള്ള യൂറോപ്യൻ ആശയങ്ങളോടുള്ള വലിയ, അതിൻ്റെ മാതൃകകളോടുള്ള വലിയൊരു ആഭിമുഖ്യത്തിൻ്റെ ഫലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ലോകത്തിന് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തത്വചിന്തകരിൽ ഒരാളായിട്ടുള്ള ഗാന്ധിയെ അദ്ദേഹം ഓഫ് ലേറ്റ് വളരെ ഗൗരവമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്തകൻ, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടുള്ള അഖിൽ ബിൽഗ്രാമി അതിനൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് എൻസ്ലേവ്മെൻ്റ് എന്നാണ്. അതായത് നമുക്കിടയിൽ കാണുന്ന ഈ കോഗ്നിറ്റീവ് എൻസ്ലേവ്മെൻ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ വരുന്ന കാലത്തും അല്ലെങ്കിൽ അതിനുശേഷവും ഇന്നും വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു മനോ ആധിപത്യമാണ്, മെൻറ്റാലിറ്റിയാണ്. ഈ മെൻറ്റാലിറ്റിയെ തകർത്തല്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയതുകൊണ്ട്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയെടുത്താണ് ഞാൻ ഗാന്ധിയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന മുഴുവൻ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്രീകരിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് ഗാന്ധിയുടെ ആശയങ്ങളിൽ ഏറ്റവും നിർണായകവും ആയിട്ടുള്ള ഒന്ന് നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസയാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഒരു ബോധ്യം അങ്ങനെയാണ്. അഹിംസ എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ടെസ്റ്റിനെ നമുക്ക് വേൾഡ് വൈഡ് വെബ് WWW ഒക്കെ നിരന്തരം അനുനിമിഷം നോക്കി പരിചയമുള്ള ആളാണല്ലോ നമ്മൾ. ഗാന്ധിയുടെ ആശയപ്രപഞ്ചത്തെ മുഴുവൻ തന്നെ ഒരു WWW വേൾഡ് വൈഡ് വെബായിട്ട് നമുക്ക് കണക്കിലാക്കാം. അതിന് സമാനമായിട്ടൊരു പ്രതീകാത്മകമായിട്ടും വലിയൊരളവോളം വാച്യാർത്ഥത്തിലും അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് WWWൻ്റെ പ്രത്യേകത? അതിൽ അനവധി ഹൈപ്പർ ടെക്സ്റ്റുകൾ ഉണ്ടാവും. ഈ ഹൈപ്പർ ടെക്സ്റ്റുകളിലൊക്കെ തന്നെ വിന്യസിച്ചിട്ടുള്ള, വിതരണം ചെയ്തിട്ടുള്ള ഹൈപ്പർ ലിങ്കുകൾ ഉണ്ടാവും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഇങ്ങനെ പോകാം. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട്, തിരശ്ചീനമായിട്ട് പടർന്നു പോകുന്ന പാർശ്വങ്ങളിലുള്ള എല്ലാത്തിനെയും ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു എഴുത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും രീതിയാണ് മഹാത്മാഗാന്ധിയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ഹിന്ദു സ്വരാജ്, ഇവിടെ പലരും സൂചിപ്പിച്ചതാണ്,
ഒരു കപ്പലിൽ യാത്രാവേളയിലാണ്, ദക്ഷിണാഫ്രിക്കയിലുള്ള കപ്പൽ യാത്രാവേളയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ യാത്രാവേളയിലാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതുന്നത്. അങ്ങനെ എഴുതുന്ന ആ പുസ്തകം തന്നെ ഈ ഒരു ബോധ്യത്തിൻ്റെ നേർ ഉൽപ്പന്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സവർക്കർ പോലെയുള്ള അന്നത്തെ കാലത്ത് ലണ്ടനിൽ വളരെ സജീവമായിരുന്ന, ഹിംസാത്മകമായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഹിംസാത്മകമായിട്ടുള്ള സമരങ്ങളിലൂടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടേണ്ടത് എന്ന ഒരു പ്രത്യയശാസ്ത്ര ധാരണയും പ്രായോഗികമായിട്ടുള്ള വിശ്വാസങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രൂപ്പുകൾ ലണ്ടനിൽ അന്ന് സജീവമായിരുന്നു. അവരുമായിട്ടുള്ള സംവാദങ്ങളിലൂടെ, അവരുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഗാന്ധിയുടെ ഉള്ളിൽ അന്നേ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ പോകുന്ന ആ സമയത്ത് തന്നെ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നോൺ വയലൻസ്, വയലൻസ് എന്ന് പറയുന്ന ഇരട്ടകളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചാടുകയാണ്, ഓരോ പോയിന്റിൽ നിന്ന് ഓരോ പോയിന്റിലേക്ക് ചാടുകയാണ്. അതുകൊണ്ടാണ് ഗാന്ധി യൂറോപ്യൻ സിവിലൈസേഷനെ when he was criticizing Western civilization, it is not a kind of venomous kind of a criticism. He was not critically റിജക്റ്റിംഗ് ദ എൻറ്റയർ യൂറോപ്യൻ സിവിലൈസേഷൻ. പക്ഷേ ഗാന്ധിയുടെ മഹത്തായിട്ടുള്ള കാര്യം, ഹി കുഡ് ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദ എസെൻഷ്യൽ പോയിന്റ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. ദാറ്റ് എസെൻഷ്യൽ പോയിന്റ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ അന്തസ്സാരം എന്താണ്, അതിൻ്റെ എസെൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗാന്ധി പറയുന്നത് വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ എസെൻസ് വയലൻസ് ആണ്, ഹിംസയാണ്. ആ ഹിംസയെ മനസ്സിലാക്കുകയാണ്. ആ ഹിംസയ്ക്ക് പ്രതിയായിട്ടുള്ള ഒരു ബദൽ സംസ്കാരവും ബദൽ നാഗരികതയും സ്വപ്നവും മുന്നോട്ട് വെക്കുകയാണ് ഗാന്ധി. ജീവിതത്തിൽ ഉടനീളം 48 വെടികൊണ്ട് മരിക്കുന്നതുവരെയും പല 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 രീതികളിൽ. അപ്പം ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഡേക്കാർഡിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഉണ്ടാവും, കാണ്ടിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക് ഓഫ് പ്യൂർ റീസൺ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടാവും. ആ ഒരു പുസ്തകമാണ്. അല്ലെങ്കിൽ കാൾ മാർക്സിനെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദ് സ്വരാജിലേക്ക് പോലും ഒതുക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ഈ WW പോലെ ലിങ്ക് ചെയ്ത് ഇങ്ങനെ പടർന്ന് ഹൊറിസോണ്ടലായിട്ട് പരന്നു പോകുന്ന ഒരു ചിന്താ രീതിയാണ്. ആ ചിന്തയിൽ നമ്മൾ പടിഞ്ഞാറിൽ നിന്ന് അൺലേൺ ചെയ്യേണ്ടതായിട്ടുള്ള, പടിഞ്ഞാറൻ ശീലത്തിൽ നിന്ന് അൺലേൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, സിദ്ധാന്തം, ചിന്ത, തിയറി എന്ന് പറയുന്നതിൻ്റെ ഏക മാതൃകയല്ല പടിഞ്ഞാറൻ ചിന്ത. കിഴക്കിനും മറ്റ് എല്ലാ സംസ്കാരങ്ങൾക്കും അതതിൻ്റേതായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള സവിശേഷതകളോട് കൂടിയിട്ടുള്ള ചിന്താ പ്രയോഗത്തിൻ്റെ രീതികളുണ്ട്. വൈ ഷുഡ് വി ഇമിറ്റേറ്റ് ദ വെസ്റ്റേൺ ഐഡിയ ഓഫ് തിങ്കിങ് ഓർ വെസ്റ്റേൺ ഐഡിയ ഓഫ് തിയറി? ഇതാണ് ഗാന്ധി അടിസ്ഥാനപരമായിട്ട് ചെയ്തത്. ഒരു പരിധിവരെ അത് നമ്മുടെ ഗാന്ധി ഫിലോസഫറാണോ, സിദ്ധാന്തമാണോ, അല്ലെങ്കിൽ മാർക്സിസം പോലെ ഒരു ഇസം ഗാന്ധിക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടവർക്ക് അന്വേഷിക്കാം. വെറുതെയാണെന്ന് ഞാൻ പറയുന്നില്ല, അതിനെ കുറച്ച് കാണുന്നില്ല, അന്വേഷിക്കാം. പക്ഷേ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട യാതൊരു നിർബന്ധവുമില്ല. ഗാന്ധിയുടെ സിദ്ധാന്തം അല്ലെങ്കിൽ ഗാന്ധിയൻ ആശയം എന്ന് പറയുന്നത് WW പോലെയുള്ള വലിയൊരു പ്രപഞ്ചമാണ്, ഒരു ആശയപ്രപഞ്ചമാണ്. അതിൽ ഗാന്ധിയുടെ എഴുത്തുകളുണ്ടാവും, പുസ്തകങ്ങളുണ്ടാവും, ഗാന്ധിയുടെ സമരങ്ങളുണ്ടാവും, അതിൽ നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുണ്ടാവും, അതിൽ അഹിംസയെക്കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങളുണ്ടാവും, പത്രക്കാരോട് സംസാരിച്ചുണ്ടാവും, നിരാഹാര സമരങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഹൂ കെയർസ് ദിസ് ഫ്രീഡം എന്ന് പറഞ്ഞ്, ഈ സ്വാതന്ത്ര്യം ആർക്ക് വേണം എന്ന് പറഞ്ഞാൽ നിരാശാ കലുഷിതമായിട്ടുള്ള വാചകമുണ്ടാവും. അതുപോലെ തന്നെ വെടികൊണ്ട് മരിക്കുമ്പോൾ റാം റാം എന്ന് വിളിച്ചത് വരെയുള്ള ഓരോ ചലനങ്ങളും എഴുത്തും പറഞ്ഞതും വായിച്ചതും എല്ലാം അടങ്ങുന്ന വലിയ ഒരു ആശയപ്രപഞ്ചമാണ് WW പോലെയുള്ളൊരു പ്രപഞ്ചമാണ് ഗാന്ധിയൻ ആശയം. അതിനെ നമ്മൾ പടിഞ്ഞാറൻ സിദ്ധാന്തത്തിൻ്റെ ഒരു മുഖഛായയിൽ തിരയുന്നതിൽ അർത്ഥമില്ല. പടിഞ്ഞാറിൻ്റെ മാർഗം,
അതാണ് ഗാന്ധി പറഞ്ഞത്. അല്ലെങ്കിൽ ഗാന്ധിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, പടിഞ്ഞാറിൻ്റെ സിദ്ധാന്തത്തിൻ്റെ ഛായയിൽ അതാണ് സിദ്ധാന്തം, അങ്ങനെയാണ് ഫിലോസഫി ചെയ്യേണ്ടത്, അങ്ങനെയാണ് സിദ്ധാന്തം രചിക്കേണ്ടത് എന്നുള്ള ഒരു എഴുത്തിൻ്റെ അപനിർമ്മാണമാണ് തത്വചിന്തയെ സംബന്ധിച്ച് പടിഞ്ഞാറൻ സമൂഹത്തിലും അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മധ്യവർഗത്തിനിടയിൽ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മധ്യവർഗത്തിൻ്റെ പ്രീ കൊളോണിയൽ പീരീഡിലും പോസ്റ്റ് കൊളോണിയൽ പീരീഡിലും ഇന്നും ആംഗ്ലോ സാക്സൺ സംസ്കാരത്തിൻ്റെ ആശയങ്ങളുടെ മാതൃകകളുടെ പിടി അയഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടേത്, അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ സമൂഹം. ഈ പിടി അയഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ നാം സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് തന്നെയാണ് ഗാന്ധി പറഞ്ഞത്. ഹൂ കെയർസ് ഫോർ ദിസ് ഫ്രീഡം? അതുകൊണ്ടാണ് അദ്ദേഹം നവക്കലിയിലേക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ, ഡൽഹിയിൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അദ്ദേഹം നവക്കലിയിലേക്ക് പോയത്. നമുക്ക് എല്ലാവർക്കും ഐൻസ്റ്റൈൻ ഗാന്ധിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് അറിയാം. ഇങ്ങനെ രണ്ട് കാലിൽ ഒരു മനുഷ്യൻ, രക്തവും മാംസവും ഉള്ളൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ നടന്നിരുന്നോ എന്നുള്ളത് 50, 100, 500 കൊല്ലം കഴിഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ഐൻസ്റ്റൈൻ്റെ വാചകം അറിയാം. പക്ഷേ ആർണോൾഡ് ടോയൻബി അതിനേക്കാൾ ഗംഭീരമായിട്ടൊരു നിരീക്ഷണം ഗാന്ധിയെ പറ്റി നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിൻ്റെ സാരാംശം ഇതാണ്: ഇനി ഗാന്ധിക്ക് ശേഷം ചിന്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, വിമോചകർ അല്ലെങ്കിൽ പ്രോഫറ്റ്സ് അവർ സ്ലമ്മിൽ ജീവിക്കാൻ തയ്യാറാണോ എന്നതാണ് ഗാന്ധി ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് ആർണോൾഡ് ടോയൻബി പറയുന്നുണ്ട്. അപ്പം ആ രീതിയിൽ തറയിലേക്ക് ഇറങ്ങി വരാൻ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരാൻ, ആശയത്തിൻ്റെ മട്ടുപ്പാവിലല്ലാതെ ഈ പറയുന്ന ഹൊറിസോണ്ടൽ രീതിയിൽ തങ്ങളുടെ ഒപ്പമുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഈ ഹൈപ്പർ ലിങ്കുകളോട് പരസ്പര ബന്ധ ആശ്രിതമായിട്ടുള്ള സംവിധാനമായിട്ട് ഗാന്ധിയുടെ ആശയങ്ങൾ എഴുത്തും വാക്കുകളും മാത്രമായിട്ട് കാണുന്ന പടിഞ്ഞാറൻ സിദ്ധാന്തത്തിൻ്റെ രീതി നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിയുടെ എത്രയോ സമഗ്രമായിട്ടുള്ള ഒരു സൈദ്ധാന്തികമോ ആശയപരമായിട്ടുള്ള പ്രപഞ്ചമോ ഗാന്ധിയിലുള്ളതായിട്ട് നമുക്ക് തർക്കിക്കേണ്ടതോ സംശയിക്കേണ്ടതോ ആയിട്ടുള്ള യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് വെസ്റ്റേൺ സിവിലൈസേഷനെ പറ്റിയൊരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ ഗാന്ധിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇംഗ്ലീഷ് പ്രയോഗിച്ചുള്ള ഉദാഹരണമാണ്, ഒരു മറുപടിയുണ്ട്. വെസ്റ്റേൺ സിവിലൈസേഷൻ ഇസ് എ ബ്രില്യൻ്റ് ഐഡിയ എന്നാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് വെസ്റ്റേൺ സിവിലൈസേഷനോട് ഇത്രയും സാംസ്കാരികമായി അന്തസ്സായിട്ട് വിയോജിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് വേറെയില്ല. അതാണ് അതിൻ്റെ എത്രയും ബ്യൂട്ടിഫുൾ ലാംഗ്വേജാണ്. അപ്പോൾ അദ്ദേഹം വിമർശിക്കുന്നതിനെ പോലും അത്രയും കരുതലോടും സംസ്കാര യോടും കൂടിയിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ വെസ്റ്റേൺ സിവിലൈസേഷനെ അദ്ദേഹം അതിൻ്റെ ഹിംസാത്മകമായിട്ടുള്ള ഹൃദയത്തിൽ വെച്ചും കൊണ്ട് തന്നെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. വെസ്റ്റേൺ സിവിലൈസേഷനെ ആ അർത്ഥത്തിൽ റിജക്റ്റ് ചെയ്യുക തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ക്യാപിറ്റലിസത്തെയോ മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തെ മാത്രമല്ല, മുതലാളിത്ത ചൂഷണത്തിന് വയലൻ്റായിട്ടുള്ള തൊഴിലാളി വർഗ സർവാധിപത്യവും കമ്മ്യൂണിസ്റ്റ് വിപ്ലവവും ആയുധമെടുത്തുകൊണ്ടുള്ള വിപ്ലവമാണെങ്കിൽ പോലും അതിനെയും ഒരുപോലെ തന്നെ റിജക്റ്റ് ചെയ്തിട്ടുള്ളയാളാണ് ഗാന്ധിജി. ഹിംസാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തിയുമില്ല. കാരണം വാളെടുത്തവൻ വാളാൽ എന്നതുകൊണ്ട് മാത്രമല്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാളെടുത്തു കഴിഞ്ഞാൽ വാളാൽ എന്നുള്ള ആ ഒരു വാക്യം ശരിയാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മഹാഭാരതം നമ്മുടെ സംസ്കാരത്തിലൊരു ടെക്സ്റ്റ് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. യുദ്ധം വിജയിച്ചു കഴിഞ്ഞിട്ട് വിജയിച്ചവരും തോറ്റവരും എന്ത് നേടി? ഒരു ചുടലപ്പറമ്പൊഴിച്ച് വേറെ എന്ത് നേടി? ജയിച്ചവരും പരാജയപ്പെട്ടവരും എന്നുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ വലിയൊരു മെറ്റഫറായിട്ടാണ് ഗാന്ധി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ അഹിംസ എന്ന് പറയുമ്പോൾ അത് ഇവിടെ പലവരും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ പ്രവർത്തകരടക്കം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെയും ചിലർ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ കേട്ടതുപോലെ ഓർക്കുന്നു. ഗാന്ധിജി പടിഞ്ഞാറിലെ തോറോയുടെയും റസ്കിൻ്റെയും ടോൾസ്റ്റോയുടെയും അതുപോലെയുള്ള ആളുകളുടെ പ്രാന്തസ്ഥാനീയരായിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മെയിൻ സ്ട്രീമിൽ നിന്ന് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പടിഞ്ഞാറൻ സംസ്കാരത്തിന് അതിനകത്തു നിന്ന് തന്നെ എതിർത്തിട്ടുള്ള ആളുകളുടെ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി അതിൽ നിന്നാണ് പുള്ളി ഊർജം വലിച്ചെടുത്തതെന്നാണ്.
അത് അപകടം പതിയിരിപ്പുണ്ട്. അതിൽ അപകടം മാത്രമല്ല, നമ്മുടെ മുൻവിധി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാം തന്നെ പ്രധാനപ്പെട്ടതെല്ലാം പടിഞ്ഞാറാണ്. ആധുനിക യൂറോപ്യൻ സംസ്കാരമാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്കാരത്തിൻ്റെ ഏക നല്ല മോഡൽ, ഏക വികസനം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വികസനം. കുന്നിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, മല തുറന്നിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഹിമാലയം തുറന്നിട്ടാണെന്നുണ്ടെങ്കിലും, കാലാവസ്ഥാ വ്യതിയാനമുണ്ടെങ്കിലും നമുക്ക് വലിയ വലിയ പ്രോജക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വികസനങ്ങളെ വേണ്ടൂ. കാരണം ഇത് വെസ്റ്റിൻ്റെ മോഡൽ നമ്മൾ പിന്തുടരുന്നതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലളിത ജീവിതത്തിൻ്റെതായിട്ടുള്ള, ഗാന്ധിയെല്ലാം നമ്മുടെ രാഷ്ട്രപിതാവാണ്, നമ്മളെല്ലാവരും ഗാന്ധിയെ ആശ്രയിക്കുന്നു ആണ്, അനുയായികളാണ്. കമ്മ്യൂണിസ്റ്റുകാരും ഇന്നും ഗാന്ധിയുടെ അനുയായികളാണ്. ഗാന്ധിസം, EMS എഴുതിയിട്ടുള്ള ഗാന്ധിസം എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സങ്കടം വരും. എങ്ങനെയാണ് ഗാന്ധിയെ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ കണ്ടിരുന്നു എന്നുള്ളത്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും എല്ലാവരും ഗാന്ധിയുടെ പിന്നാലെയാണ്. വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹിംസ എന്ന് പറയുന്ന പടിഞ്ഞാറൻ സിവിലൈസേഷനെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഇതിനെ നിഷേധിച്ചല്ലാതെ അതുപോലും തിരുത്താൻ വേണ്ടി ഹിംസയെ ആശ്രയിക്കുന്നത് ശരിയായിട്ടുള്ള മാർഗമല്ല എന്ന് തന്നെയാണ് ഗാന്ധിയുടെ ഉറച്ച വിശ്വാസം. കാരണം നമുക്കറിയാം, പടിഞ്ഞാറൻ സിവിലൈസേഷൻ സായിപ്പിനേക്കാൾ വലിയ സായിപ്പാകാൻ വേണ്ടി കോട്ടും സൂട്ടും ഇട്ട് ലണ്ടനിൽ പോയി ബാരിസ്റ്റർ ആവാൻ വേണ്ടി തുടങ്ങിയ ഗാന്ധി അതെല്ലാം ഉപേക്ഷിച്ച്, ആ ഉടുത്തുകെട്ടുകളെല്ലാം, പടിഞ്ഞാറിൻ്റെ എല്ലാ ഉടുത്തുകെട്ടുകളും ആടയാഭരണങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഗാന്ധിജി പാളത്താറിലേക്ക് വരുന്നത്. അത് വെറും ഒരു കൗതുകമോ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ വേണ്ടി കാണിക്കുന്ന പോലെയുള്ള ഒരു പ്രിറ്റൻഷനോ അല്ല. കാരണം ഗാന്ധി പറയുന്നുണ്ട്, ഗാന്ധിയുടെ മകനോട് പറയുന്നുണ്ട്, ദേവദാസനാണെന്നാണ് എൻ്റെ ഓർമ്മ, ഗാന്ധിയുടെ മകനൊരുക്കി ചോദിക്കുന്നുണ്ട്, ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. മകൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം ദക്ഷിണാഫ്രിക്കയിലെ മർദ്ദനത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ ഗാന്ധിക്ക് ഫെയ്റ്റലായിട്ടുള്ള, വളരെ മരണാസന്നമാകുന്ന രീതിയിലുള്ള മർദ്ദനം അവിടുത്തെ പോലീസ് പട്ടാളത്തിൻ്റെ ഇന്ന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗുണ്ടകളുടെ ഇന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗാന്ധിയുടെ മകൻ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം ഈ സന്ദർഭത്തിൽ? ഞാൻ നിങ്ങളെ എൻ്റെ ശാരീരിക ബലം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയണമോ അതോ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമോ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഡ്യൂട്ടി നീ ചെയ്യേണ്ടത് ഹിംസയോട് കൂടിയിട്ടാണെങ്കിലും അത് ചെയ്യണമെന്നാണ്. പക്ഷേ എന്ന് വെച്ച് ഹിംസ കൊണ്ട് നീ എന്നെ രക്ഷിക്കണമെന്നല്ല ഗാന്ധി. അതിലൊരു നൈരന്തര്യമുണ്ട്, അതിലൊരു ന്യൂവാൻസസ് ഉണ്ട്. പറയുന്നത്, വീക്കായിട്ടുള്ള, എനിക്ക് ശക്തിയില്ല, പേടിയുണ്ട്, ഭയം ഉള്ളിലുണ്ട് എന്നതുകൊണ്ട് ആശ്രയിക്കുന്ന ഒന്നല്ല അഹിംസ. അഹിംസ എന്ന് പറയുന്ന ഏറ്റവും കരുത്തുള്ള, ആത്മബലമുള്ള ആൾക്ക് മാത്രം സാധിക്കുന്നതാണ്. അങ്ങനെ ആത്മബലമുണ്ടെങ്കിൽ നീ എന്നെ സംരക്ഷിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്നെ രക്ഷിച്ചോളാം, എനിക്ക് അത്രയും എന്താ പറയുക, ശക്തിയില്ലായ്മയില്ല എന്ന്. ഞാനിവിടെ നിർത്തുന്നു, എൻ്റെ സമയമായി. മത്തായി സാറിന് അടുത്ത ട്രെയിനിന് കണ്ണൂരേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ അനുവാദം കൊടുക്കുകയാണ്. ഗിരീഷ് സംസാരം. ഡോക്ടർ MP മത്തായി സാറിനെ ഉപഹാരം നൽകി ആദരിക്കുന്നത് കുനിയിൽ രവീന്ദ്രൻ. പ്രൊഫസർ ഡോക്ടർ MP മത്തായി ഇപ്പോൾ അഹമ്മദാബാദിലെ ഗുജറാത്തിൽ മഹാത്മാഗാന്ധി രൂപീകരിച്ച ഗുജറാത്ത് വിദ്യാപീഠിൻ്റെ അഡ്ജങ്ക്ട് പ്രൊഫസർ, എഡിറ്റർ, ഡീൻ ഓഫ് ലോയോല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, കൊച്ചി. അമേരിക്കയിലെ ബ്രൂക്കിങ്സിൽ ഫാക്കൽറ്റി, അമേരിക്കയിലും ആഫ്രിക്കയിലും വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് സ്കോളർ. താങ്ക് യു സർ. പ്രൗഢഗംഭീരവും അർത്ഥസമ്പുഷ്ടവുമായ ഗാന്ധി എന്ന തേജോമണ്ഡലത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച MP മത്തായി സാറിന് ഗാന്ധി ഫെസ്റ്റിൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. പ്രിയപ്പെട്ട ഗാന്ധി പ്രിയരെ, വടകരക്കാരെ, ഈ ഇന്ത്യയിൽ തന്നെ ഇതം പ്രഥമമായി നടത്തുന്ന ഗാന്ധി ഫെസ്റ്റിനെ
തമിഴ്നാടിൻ്റെ പേരിൽ, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൻ്റെ പേരിൽ, എൻ്റെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. വിശിഷ്യ ശ്രീ ഹരീന്ദ്രനാഥ് സർ, രാമേന്ദ്രൻ എന്നിവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വടകര എന്ന പേരിലെ വട എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും. അതിനൊരു അർത്ഥം ഉണ്ടോ എന്നും ആലോചിച്ചിട്ടുണ്ടാവും. വടകരയിലെ വടയെടുത്ത് നമ്മൾ ചൊല്ലിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് വടച്ചൊല്ല് എന്നാവും. വടച്ചൊല്ല് എന്ന് തമിഴിൽ പറയുന്നത് സംസ്കൃതത്തെയാണ് എന്നർത്ഥം. എന്ന് വെച്ചാൽ വടകരയിൽ തന്നെ ഒരു ഭാഷയുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഭാഷയോടൊരു പ്രത്യേക താല്പര്യമുള്ള ഞാൻ ഭാഷയെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ആലോചിക്കുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാവരും, എല്ലാ മനുഷ്യരും നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ ഗാന്ധി നാമം പേറി നടക്കുന്നവരാണ്. നമ്മൾ ഗാന്ധിയെ തലയിൽ കൊണ്ട് നടക്കുന്നു എന്നല്ല അർത്ഥം, മസ്തിഷ്കത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. തലയിൽ കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിലൊരു ദുരർത്ഥം ഉണ്ട് എന്നർത്ഥം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ടൊറൻറ്റോ യൂണിവേഴ്സിറ്റിയിലെ മസ്തിഷ്ക ഗവേഷണ വിഭാഗം സഹതാപം ഉണർത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക നാഡി കണ്ടെത്തി. അതിനവരിട്ട പേര് ഗാന്ധി ന്യൂറോൺ എന്നായിരുന്നു. ഗാന്ധി നാഡീകോശം എന്നാണ് അതിനവർ പേരിട്ടത്. നമുക്ക് അറിയാവുന്നതുപോലെ ആ വിഭാഗത്തിലെ സാന്റിയാഗോയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ ബ്രെയിൻ ആൻഡ് കൊഗ്നീഷൻ മേധാവിയായിരുന്ന തമിഴ്നാട്ടുകാരനായ VS രാമചന്ദ്രനാണ് ആ പേര് നമ്മുടെ ബ്രെയിനിലുള്ള നാഡിക്ക് കൊടുത്തിരുന്നത്. അദ്ദേഹത്തോട് പലരും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാഡിക്ക് ഗാന്ധി നാഡി അഥവാ ഗാന്ധി ന്യൂറോൺ എന്ന പേര് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവരുടെ വേദന സ്വയം വേദനയായി കാണുന്ന ഗാന്ധിയുടേതല്ലാതെ മറ്റാരുടെ പേരാണ് ഞാൻ സഹതാപമുണർത്തുന്ന നാഡിക്ക് കൊടുക്കുക എന്നായിരുന്നു. അത് ഗാന്ധിയുടെ, ഇപ്പോൾ നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചു, ഗാന്ധിയൻ ദർശനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഹിംസ അഥവാ സത്യാഗ്രഹം എന്നാണ്. ഇപ്പോൾ സത്യാഗ്രഹം എന്ന് നമ്മൾ പറയും, സത്യാഗ്രഹം എന്ന് പറയും. രണ്ടും എറ്റിമോളജി അനുസരിച്ച്, നിരുക്തി അനുസരിച്ച് ശരി തന്നെയാണ്. അപ്പോൾ പക്ഷേ വൈക്കം സത്യാഗ്രഹം എന്ന് പതിഞ്ഞതുകൊണ്ട് നമുക്കത് പറയുന്നതാണ് നല്ലതെന്നു. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യത്തെ ആഗ്രഹിക്കലാണ്. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യത്തെ ഗ്രസിക്കലാണ്, ഗ്രാബ് ചെയ്യലാണ്, ഗ്രഹണം ചെയ്യലാണ് എന്നർത്ഥം. അപ്പോൾ ഗാന്ധിയുടെ തത്വചിന്തയുടെ മർമ്മഭാഗമായി നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം അഥവാ സത്യഗ്രഹം എന്നുള്ളത്. അതുപോലെ മറ്റൊരു ആഗ്രഹം ഗാന്ധിയൻ ചിന്തയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും നമ്മൾ അധികം പേരും കാണാതെ പോയ ഒന്നാണ്. അതിന് ഞാൻ പേരിട്ട് വിളിക്കുന്നത് ഭാഷാഗ്രഹം എന്നാണ്. ഭാഷാഗ്രഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാഷയെ ആഗ്രഹിക്കൽ എന്നർത്ഥം. സത്യത്തെ ആഗ്രഹിക്കുന്നത് പോലെ ഭാഷയും ആഗ്രഹിക്കുക എന്നുള്ള അർത്ഥം. അതിലേക്ക് ഞാൻ വരാം. പലതരത്തിലുള്ള ഗാന്ധിയൻ പഠനങ്ങളിലൂടെയും കണ്ണോടിച്ച് നോക്കിയപ്പോൾ ഗാന്ധിയുടെ ഭാഷാ ദർശനത്തെക്കുറിച്ച് വളരെയൊന്നും തന്നെ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സംഗതി. ഗാന്ധി ജന്മശതാബ്ദി 125 ഗാന്ധി 125ാം ശതാബ്ദി 125ാം വാർഷികത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ BR നന്ദ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. മഹാത്മാഗാന്ധി 125 years റിമെമ്പറിംഗ് ഗാന്ധി, അണ്ടർസ്റ്റാൻഡിങ് ഗാന്ധി, റിലവൻസ് ഓഫ് ഗാന്ധി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ ധാരാളം പ്രൗഢമായ ലേഖനങ്ങൾ ഉണ്ടെങ്കിലും ഭാഷയെ സൂചിപ്പിക്കുന്ന ലേഖനങ്ങളില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 25 വർഷത്തിന് ശേഷം നമ്മുടെ രാജൻ വോൽക്കറുടെ ഗാന്ധി അറ്റ് 150 എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലും നമുക്ക്, അതും റിലവൻസ് ആണ്, അതിൻ്റെ ഹാഷ്ടാഗ് എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് മഹാത്മാഗാന്ധീസ് റിലവൻസ് ടുഡേ എന്നാണ് ഹാഷ്ടാഗോട് കൂടി ഇറങ്ങിയ പുസ്തകമാണ്. അതിലും
നമ്മളുടെ ഭാഷാ ഗാന്ധിയെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. എല്ലാ കാര്യവും ഭാഷയുടെ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്ന എനിക്ക് അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഗാന്ധിയെ കാണുവാനായിട്ട് സാധിച്ചു. ആ ഗാന്ധിയുടെ ദർശനത്തെയാണ് ഞാൻ ഭാഷാഗ്രഹം എന്ന് പറയുന്നത്. ഭാഷാഗ്രഹം എന്ന് പറഞ്ഞാൽ ഭാഷയെ ആഗ്രഹിക്കലാണ്. ഏതേതെല്ലാം തരത്തിലുള്ള ഭാഷാഗ്രഹങ്ങളായിരുന്നു ഗാന്ധിക്ക് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ബോധന മാധ്യമം മാതൃഭാഷയാക്കുക, അതുപോലെ തന്നെ നമ്മുടെ കോടതി ഭാഷ കോടതി വ്യവഹാര ഭാഷ മാതൃഭാഷയാക്കുക എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അതിനേക്കാൾ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യക്കൊരു ദേശീയ ഭാഷ അഥവാ ഇണക്ക് ഭാഷ ആവശ്യമുണ്ട് എന്നുള്ള ഗാന്ധിയുടെ പരികൽപ്പന. ഇങ്ങനെയൊരു പരികൽപ്പനയിലേക്ക് ഗാന്ധിയെ നയിച്ചത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ ഒരു സവിശേഷതയാണ് എന്നർത്ഥം. 4 ഭാഷാ ഗോത്രങ്ങൾ ഉള്ള മേഖലയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇൻഡോ ആര്യൻ ഗ്രൂപ്പ്, ഏഷ്യാറ്റിക് ഗ്രൂപ്പ്, സിനോ ടിബറ്റൻ ഗ്രൂപ്പ്, ദ്രാവിഡം എന്ന് പറയുന്ന 4 പ്രമുഖമായിട്ടുള്ള ഭാഷാഗോത്രങ്ങളുള്ള സ്ഥലമാണ് ഇന്ത്യ. മാത്രമല്ല ഈ ഗോത്രങ്ങൾ തമ്മിൽ തികച്ചും യാദൃച്ഛികമല്ലാത്ത തരത്തിലുള്ള പാരസ്പര്യവും ബന്ധവും ഉണ്ട്. അങ്ങനെ ബന്ധമുള്ള ഈ മേഖലകളെ ഭാഷാശാസ്ത്രജ്ഞർ ലിംഗ്വിസ്റ്റിക് ഏരിയ എന്നാണ് വിളിച്ചത്. നമ്മൾ മലയാളത്തിൽ അതിൽ ഭാഷാ മേഖല എന്ന് പറയും. പക്ഷേ ഗാന്ധി തിരിച്ചറിഞ്ഞ്, ഗാന്ധിക്ക് ശേഷമാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു ലിംഗ്വിസ്റ്റിക് ഏരിയ, ഭാഷാക്ഷേത്രം, ഭാഷാ മേഖല എന്നുള്ള പേര് ഇട്ടിരിക്കുന്നതെങ്കിലും അതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ ഗാന്ധി ഇന്ത്യ ഇസ് എ സോഷ്യോ ലിംഗ്വിസ്റ്റിക് ഏരിയ, ഇന്ത്യ ഒരു സാമൂഹിക ഭാഷാശാസ്ത്ര മേഖലയാണെന്ന് അദ്ദേഹം തിരിഞ്ഞിരുന്നു. വ്യത്യസ്തമായ ഭാഷകൾ കൊണ്ട് ഏതാണ്ട് 456ഓളം മാതൃഭാഷകൾ നിലനിൽക്കുന്ന, പുതിയ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഭാഷാ മേഖല. ഇവയൊക്കെ ആകട്ടെ പലതരത്തിലുള്ള വൈജാത്യങ്ങളും സങ്കീർണതകളും ഉള്ള ഭാഷയാണ്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ, അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു ഇന്ത്യയിൽ ഒരു ദേശീയത നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ആശയവിനിമയ ഉപാധി ആവശ്യമല്ലേ എന്ന് ഗാന്ധി ആലോചിച്ചു. അങ്ങനെ ഒന്നിനെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അത് മറ്റു ഭാഷകളെ, പ്രാദേശിക ഭാഷകളെ, മാതൃഭാഷകളെ ഹനിക്കുകയും ചെയ്യരുത് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ലിംഗോ ഫ്രാങ്ക അഥവാ ലിംഗോ ഫ്രാങ്ക എന്ന് വെച്ചാൽ ഇണക്ക് ഭാഷ, ഈ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് പരസ്പരം വിനിമയം ചെയ്യാനുള്ള ഒരു ഭാഷ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അതൊരു ഇന്ത്യൻ ഭാഷ തന്നെ ആയിരിക്കണം എന്ന് ഗാന്ധി മനസ്സിലാക്കിയിരുന്നു. അതിനു വേണ്ടി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത് ആണ് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത്. അത് ഹിന്ദിയല്ല. ഇപ്പോൾ അടുത്ത കാലത്ത് അമിത്ഷാ പറഞ്ഞു, നമ്മൾ ദേശീയ ഭാഷയായിട്ട്, നമുക്ക് ഏവർക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യക്കൊരു ദേശീയ ഭാഷയില്ല. ഇന്ത്യക്ക് 2 ഒഫീഷ്യൽ ലാംഗ്വേജ് ഭാഷകളേ ഉള്ളൂ. ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ മാത്രമാണ് എന്ന് പറയും. എന്നാലും ചില ടെക്സ്റ്റുകളിൽ ഹിന്ദി ഹമാര ദേശ് ഭാഷ എന്നൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും അത് ഔദ്യോഗിക ഭാഷ മാത്രമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയാണെങ്കിൽ അത് ഹിന്ദിയാണ് നല്ലതെന്ന് ഇപ്പം അടുത്ത കാലത്ത് അമിത്ഷാ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗാന്ധിയെയും സർദാർ വല്ലഭായ് പട്ടേലയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കാപട്യം ആണെന്നർത്ഥം. അമിത്ഷാ മുന്നോട്ട് വെച്ച ഹിന്ദി അല്ല ഗാന്ധി മുന്നോട്ട് വെച്ച ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത്. ആദ്യം ഹിന്ദി എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും പിന്നീട് ഈ സാംസ്കാരിക വൈവിധ്യങ്ങളെ, സാമൂഹിക വൈവിധ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ദേശീയ ഭാഷയ്ക്കുണ്ടാകേണ്ട ചില ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വെറുതെ പറയല്ല, ഒരു ഗ്രൂപ്പ് എടുത്ത് എന്താണ് ഹിന്ദുസ്ഥാനി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാനത് 4-5 പോയിന്റുകൾ പറയാം. ഒന്ന്, ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ ഹിന്ദിയുടെയും ഉറുദിൻ്റെയും സമ്മിശ്ര പദാവലികൾ നിറഞ്ഞിരിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ വ്യാകരണം ഏതാണ് എന്നുള്ള ചോദ്യം ഉണ്ടാകും. അതിൻ്റെ വ്യാകരണം ഹിന്ദി വ്യാകരണമാണെങ്കിലും ഹിന്ദിയുടെയും ഉറുദുവിൻ്റെയും സമ്മിശ്ര പദാവലികൾ നിറഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം,
ശ്രദ്ധിക്കേണ്ടത് ദേവനാഗരി ലിപിയിലും പേർഷ്യൻ ലിപിയിലും എഴുതാവുന്ന ഒന്നായിരിക്കണം. അത് പേർഷ്യൻ ലിപിയിൽ എഴുതാം, അതേപോലെ തന്നെ ദേവനാഗരി ലിപിയിലും. ഇപ്പൊ സംസ്കൃതത്തിനൊന്നും ഒരു കൃത്യമായ ലിപിയില്ല. സംസ്കൃതവും ഹിന്ദിയും മുതലായുള്ള ഭാഷകളൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയുടെ പേരാണ് ദേവനാഗരി ലിപി എന്ന്. അപ്പോൾ ലിപിയും ഭാഷയും തമ്മിലുള്ള അത്ര ദൃഢം ആയ ബന്ധമൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാം. ഈ ലിപിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലിപി വ്യവസ്ഥ പോലും നമ്മുടെ സാമൂഹികമായ അസ്തിത്വത്തെ ആവിഷ്കരിക്കാൻ ഉതകുന്ന ഒന്നാണ് എന്നർത്ഥം. ഞാൻ ചെറിയൊരു ഉദാഹരണം മലയാളത്തിൽ നിന്ന് പറയാം. നമ്മൾ അമ്മ എന്ന് എഴുതുമ്പോൾ ആ കൂട്ടക്ഷരം മാ കഴിഞ്ഞിട്ട് മായാണ് എഴുതുന്നത്. എന്നാൽ അപ്പൻ എന്ന് പറയുമ്പോൾ ഒരു പാ മേലെ മറ്റൊരു പാ അടിയിലുമാണെന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് കൂട്ടക്ഷരം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ആണ് കേരളീയരുടെ സാമൂഹികമായ സാംസ്കാരികമായ ശാംശീകരണത്തിൻ്റെ അസിമിലേഷൻ്റെ അടയാളമായിട്ട് അത് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ വടക്കൻ ബ്രാഹ്മിയും അതേപോലെ തെക്കൻ ബ്രാഹ്മിയിലുമുള്ള ലിപി വ്യവസ്ഥയെ അക്കോമഡേറ്റ് ചെയ്ത് കേരളത്തിൻ്റെ സ്വഭാവം സമ്മിശ്രമായിട്ടുള്ള സംസ്കാരമാണ് എന്ന് അടയാളപ്പെടുത്താൻ ലിപിക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ലിപിക്ക് അത്രത്തോളം സംസ്കാരവുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് ആനുഷംഗികമായിട്ട് പരാമർശിച്ചത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഹിന്ദുസ്ഥാനി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിന്ദുസ്ഥാനിയെ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് ഹിന്ദി, ഉറുദു എന്നിവയിലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗംഗ യമുന തഹ്സീബ് എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഗംഗ നദി എന്ന് പറഞ്ഞാൽ ഹിന്ദിയും ഉറുദു യമുനയുമാണ്. ദെൻ വെർ ഈസ് ഹിന്ദുസ്ഥാനി? ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ അത് സരസ്വതി നദിയാണ്. സരസ്വതി നദി അന്തർവാഹിനിയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു സങ്കല്പമാണ്, വലിയൊരു പരികല്പന, ഒരു വലിയൊരു ഭാഷാ പരികല്പനയാണ് ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അന്തർവാഹിനിയാണ്. പക്ഷേ ഇവയുടെ സമ്മിശ്രമായ വികാരത്തോടുകൂടി മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഭാഷയിലൂടെ, ഹിന്ദുസ്ഥാനിയിലൂടെ ഇന്ത്യക്കൊരു ദേശീയ ഭാഷ ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് ഗാന്ധിയുടെ ഭാഷാഗ്രഹത്തിൽ ഏറ്റവും മികച്ച് നിൽക്കുന്ന ഒന്ന് എന്ന് പറയാൻ പറ്റും. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വശം, ഗാന്ധിയെ ഞാനൊരു പ്രയുക്ത ഭാഷാ പണ്ഡിതൻ അഥവാ ഒരു അപ്ലൈഡ് ലിംഗ്വിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതൊരു അമിതവാദമായിട്ട് നിങ്ങൾ ഗണിക്കേണ്ടതില്ല. അതിന് ചില പോയിന്റുകൾ എനിക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായതോടു കൂടിയിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ച കൂട്ടത്തിൽ ഭാഷാശാസ്ത്രത്തിനും വലിയ മാറ്റം സംഭവിച്ചു. ഈ യുദ്ധങ്ങൾക്ക് ശേഷം ലോകത്താകമാനം അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ഒരു സഞ്ചയമായിട്ട്, സമന്വയ സ്ഥാനമായിട്ട് പല രാജ്യങ്ങളും മാറുന്നതാണ് നമ്മൾ കണ്ടത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, വിശപ്പ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, അവർക്ക് പരസ്പരം വിനിമയം ചെയ്യാൻ ഒരു ഭാഷയില്ല എന്നുള്ളതായിരുന്നു. ഇത് അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞർ മനസ്സിലാക്കുകയും അങ്ങനെ കോണ്ടാക്ട് ലാംഗ്വേജ്, മാതൃഭാഷ ഊന്നൽ നൽകിക്കൊണ്ട്, സമ്പർക്ക ഭാഷയ്ക്കും മാതൃഭാഷയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് ഒരു പ്രത്യേക ഭാഷാ വിഭാഗം തന്നെ വിദേശ സർവകലാശാലയിൽ ആരംഭിച്ചു. അതാണ് പ്രയുക്ത ഭാഷാശാസ്ത്രം അഥവാ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ഗാന്ധി ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് എത്രയോ മുമ്പ് തന്നെ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന സാമൂഹ്യ അവസ്ഥയുടെ ഔട്ട്പുട്ടായിട്ട് പ്രയുക്ത ഭാഷാശാസ്ത്രത്തെ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ആ അർത്ഥത്തിലാണ് എനിക്ക് അദ്ദേഹത്തെ അപ്ലൈഡ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലാംഗ്വേജ് പ്ലാനിംഗ് എന്നാണ്. ലാംഗ്വേജ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി കിടക്കുന്ന ഒരു ഭാഷയെ ഏതേതെല്ലാം തരത്തിൽ മാനകീകവൽക്കരിക്കാം അല്ലെങ്കിൽ മാനകീകരിക്കാം എന്നുള്ള ശ്രമമാണ്. അത് ഗാന്ധി ഗുജറാത്തിയിൽ നിന്നാണ്. ഗാന്ധിയുടെ മാതൃഭാഷ ഗുജറാത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഗാന്ധി കൂടുതൽ എഴുതിയത് ഹിന്ദിയിലാണെന്നും ഗാന്ധി അംഗീകരിച്ചിരിക്കുന്ന ഒരു ഭാഷ, ഇംഗ്ലീഷിനോട് അദ്ദേഹത്തിനുള്ള മനോഭാവമൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം, അദ്ദേഹം അതിനൊരു യൂണിവേഴ്സൽ അഥവാ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ 3 ഭാഷകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിനിമയ മാർഗങ്ങൾ എന്ന്
പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രായോഗികമായിട്ടുള്ള നിലപാടുകളെ കുറിച്ച് അദ്ദേഹം സാമൂഹ്യ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി നമ്മുടെ ഈ 3 ഭാഷകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സംസ്കൃത ഗാന്ധിയുമുണ്ട്. ഗാന്ധി എങ്ങനെയാണ് സംസ്കൃതത്തെ നോക്കി കാണുന്നത്? ഇന്നലത്തെ സെഷനിൽ ഡോക്ടർ ശ്രീ സഞ്ജയും EV രാമകൃഷ്ണനും PP രവീന്ദ്രനും ഉണ്ടാകുന്ന സെഷനിൽ പറഞ്ഞിരുന്നു, ഗുജറാത്തി ഗാന്ധിയെ കുറിച്ചിട്ട് EV രാമകൃഷ്ണൻ സാർ പറയുന്നു. എന്തായിരിക്കും ഒരു സംസ്കൃത ഗാന്ധി? സംസ്കൃത ഗാന്ധി എന്ന് പറയുമ്പോൾ അദ്ദേഹം സംസ്കൃതത്തെ ഒരു വിശുദ്ധ ഭാഷയായിട്ടാണ് അംഗീകരിച്ചത്. ഹിന്ദുക്കളുടെ റിച്വൽസിന്, അനുഷ്ഠാനങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന് ഒരു വ്യവസ്ഥ ഉണ്ട്. അതിലെ ഒരു തമാശയുണ്ട്. ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പല റിച്വലിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിച്വൽ എന്ന് വെച്ചാൽ പിതൃതർപ്പണമാണ്. അത് നമ്മൾ പലപ്പോഴും തന്നെ ഇവിടുത്തെ നദികളൊന്നും പോരാഞ്ഞിട്ട് കാശിയിൽ ചെന്നിട്ടാണ് അവിടെയാണ് കാലഭൈരവൻ ഉള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മോക്ഷം കിട്ടും എന്നുള്ള രീതിയിലേക്ക് പോകും. അവിടെയൊക്കെ തന്നെ ധാരാളം പുരോഹിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അവിടേക്ക് ഒരു സംസ്കൃത അധ്യാപകൻ അച്ഛന് പിണ്ടം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അദ്ദേഹം സംസ്കൃതമൊക്കെ പഠിച്ച ആളാണ്. പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്നെ സംസ്കൃതം പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞെന്നൊരു കഥയാണ് ഈ കോണ്ടെക്സ്റ്റിൽ ഓർത്തുകൊണ്ടോട് പറയുകയാണ് ചെയ്തത്. ഉച്ചയ്ക്ക് കഥ കേൾക്കാൻ പ്രത്യേകിച്ചൊരു താല്പര്യം നമുക്കുണ്ടാകുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കൂ, ഒക്കെ ഹിന്ദിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. സംസ്കൃതം പറഞ്ഞു. അസ്ഥിത്തരസ്യാം ദിശിദേവതാത്മാം ഹിമാലയോ നമനഗാതിരാജ പൂർവാപരൗ തോയ നിധീവഗ്യാഹ്യ സ്ഥിതപൃഥിവ്യ ഇവ മാനദണ്ഡ പിണ്ഡം സമർപ്പതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് കുമാരസംഭവത്തിലെ ആദ്യത്തെ 4 വരികളാണിത്. അസ്ഥിത്തരസ്യാം ദിശിദേവതാത്മ ഹിമാലയോ നമനഗാതിരാജ പൂർവാപരൗ തോയ നിധീവഗ്യാഹ്യ സ്ഥിതപൃഥിവ്യ ഇവ മാനദണ്ഡ എന്ന് പറയുന്ന ശ്ലോകമാണ് ഈ സംസ്കൃത അധ്യാപകനോട് പറയുന്ന അർത്ഥം. അത്രയേറെ ഹിന്ദുക്കൾ ഈ സംസ്കൃതത്തോട് ഒരു ആധർമ്മണ്യം ഉണ്ടായിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്നറിയേണ്ട, എന്തെങ്കിലും ഒരു സംസ്കൃതം ആലോചിച്ചാൽ മതി. അതിനുശേഷം ഞാൻ പങ്കെടുക്കുന്ന ഏത് വിവാഹ കർമ്മങ്ങളിലും ഈ പുരോഹിതൻ പറയുന്നത് ഏത് മന്ത്രമാണെന്ന് ആലോചിക്കാറുണ്ട്. കാരണം കുടുംബ പ്രശ്നം വരരുതല്ലോ, അവരെ തിരുത്തി കൊടുക്കേണ്ടത് ഭാഷാ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മുടെ കടപ്പാടാണ്. ഇതാണ് അതെ. പിന്നെ വേറൊരു നോഷൻ ഗാന്ധി മുന്നോട്ട് സംസ്കൃതവുമായിട്ട് ബന്ധം. ഇന്ത്യയിലെ എല്ലാ ഭാഷകളും എവിടെ നിന്നുണ്ടായി? ഗാന്ധിക്ക് ഒരു ഉത്തരം. അത് പക്ഷേ ഗാന്ധിയുടെ കണ്ടുപിടുത്തമല്ല. അദ്ദേഹം പറഞ്ഞത് സംസ്കൃതത്തിൽ നിന്നാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുഴുവനും ആളുകൾ വിശ്വസിച്ചിരുന്നത് സംസ്കൃതം അനാദിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളുടെയും, ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളുടെയും ഉറവിടം സംസ്കൃതമാണെന്ന് ഗാന്ധി ഏറ്റുപറയുകയാണ് ചെയ്തത്. അതിൽ ഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയാണെങ്കിലും അദ്ദേഹം തിരിച്ചറിഞ്ഞു, പ്രത്യേകിച്ചും ദ്രാവിഡ ഭാഷകളായിട്ടുള്ള തമിഴ്, മലയാളം എന്നിവയിൽ നിന്ന് സംസ്കൃതം, ഹിന്ദി, ഉറുദു പോലുള്ള ഭാഷകളുടെ വ്യാകരണ ഘടന വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം ഭാഷാ പഠനവുമായിട്ട്, ലാംഗ്വേജ് ലേണിംഗുമായി ബന്ധപ്പെട്ട അവസരങ്ങളിലൊക്കെ തന്നെ നമ്മളോട് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പൊതുവിശ്വാസം ആയിട്ട് മാത്രമേ നമ്മൾ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുപോലെ നമ്മൾ പല തരത്തിലും ഗുജറാത്തിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ നമ്മൾ മാനകീകരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഞാനത് വിട്ടുപോയതാണ്. അത് ലാംഗ്വേജ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിച്ച ഒരു ദാർശനികൻ കൂടിയായിരുന്നു ഗാന്ധി എന്ന്. മിക്ക ആളുകളും ലാംഗ്വേജ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടും അറിയില്ല. അതായത് അദ്ദേഹം ഗുജറാത്തി എങ്ങനെ മാനകീകരിക്കാം, എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു നിഘണ്ടു തന്നെ അദ്ദേഹം ഉണ്ടാക്കി. ഒരു നിഘണ്ടു എന്ന് പറയുമ്പോൾ ജോഡാ നിഗോഷ് എന്നാണ് ആ നിഘണ്ടുവിൻ്റെ പേര്. അത് ഗുജറാത്തി വിദ്യാപീഠമാണ് ആ നിഘണ്ടു ഉണ്ടാക്കുന്നത്. ഇനി എഴുതുന്ന ആളുകൾ, സംസാരിക്കുന്ന ആളുകൾ ഈ നിഘണ്ടു നോക്കി പറഞ്ഞാൽ ഗുജറാത്തി ഒരു തരത്തിൽ മാനകീകരിക്കാൻ പറ്റും. അപ്പോൾ ആ ലാംഗ്വേജ് പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ലാംഗ്വേജ് പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഗാന്ധിയോ ലിംഗ്വിസ്റ്റുകളോ മാത്രമല്ല,
ഓരോ ഭാഷയിൽ എഴുതുന്ന ഓരോ എഴുത്തുകാരിയും ഓരോ എഴുത്തുകാരനും അറിയാതെ തന്നെ ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെ അവകാശികളാണെന്നർത്ഥം. അപ്പം നമ്മളൊക്കെ തന്നെ നിരന്തരം സംസാരിക്കുന്നവർ നിരന്തരം തന്നെ ഭാഷയെ മാനകീകരിക്കാനുള്ള ശ്രമവും നടത്തുന്ന ആ അർത്ഥത്തിലും ഗാന്ധി ഒരു അപ്ലൈഡ് ലിംഗ്വിസ്റ്റ് തന്നെയാണ് എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കും. എനിക്ക് എത്രയും ഞാൻ വേറൊരു വശം കൂടി എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തി. ഇതേപോലെ ഇംഗ്ലീഷിനോടുള്ള മനോഭാവം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിൽ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടെത്തി എന്നുള്ള അവകാശവാദം എനിക്കുണ്ട്. പക്ഷേ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിലും നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് ഗാന്ധി ആശയവിനിമയം നടത്തിയത്? ഞാൻ ഇതുവരെ പറഞ്ഞത് ഗാന്ധിയുടെ ഒരു തരത്തിലുള്ള ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള ഭാഷാശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള ചില പരികൽപ്പനകളാണ്. ഇപ്പോൾ അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പഴയകാലത്തെ ആളുകളൊന്നും തന്നെ ഗാന്ധി ഒരു ലിംഗ്വിസ്റ്റായിട്ടൊന്നും ഗണിക്കുന്നില്ല. പുതിയ തലമുറയിൽപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾ, നമ്മുടെ സെബാസ്റ്റ്യനെ പോലുള്ള ആളുകൾ, സെൻഗുപ്തെ, പാപ്പിയ സെൻഗുപ്തയെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രമേ അദ്ദേഹം ഭാഷാശാസ്ത്രത്തെ കുറിച്ചിട്ട് ആലോചിക്കുന്നു. അപ്പോൾ ഗാന്ധിയുടെ ഭാഷാശാസ്ത്രത്തെക്കുറിച്ചും അതേപോലെ ഗ്രാംഷിയുടെ ഭാഷാ ചിന്തകളെ കുറിച്ചും ഞാനൊരു പുസ്തകം എഴുതിയിട്ട് മാതൃഭൂമി അത് പബ്ലിഷ് ചെയ്യും. നിർഭാഗ്യവശാൽ അത് ഇവിടെ പ്രകാശനം ചെയ്യേണ്ടത് നമുക്ക് പറ്റിയില്ല. അതിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പ്രൊമോഷൻ നടത്തിയത് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അതുകൊണ്ട് ഭാഷയിൽ താല്പര്യമുള്ള ആളുകൾ അത് വായിച്ചു നോക്കണം. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. അതെന്താണെന്ന് വെച്ചാൽ, ഗാന്ധി എങ്ങനെയാണ് ആശയം നടത്തി വെച്ചാൽ, വളരെ ഇതൊരു കുറച്ചൊരു പരിവിപ്ലവമായ രീതിയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം അതിൻ്റെ ഡീപ്നെസ്സിലേക്ക് പോകാൻ എന്നെ സമയം അനുവദിക്കാനില്ല. നമുക്കറിയാത്ത കാര്യങ്ങളെ മുഴുവനും സമയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒഴിവാകാം എന്നുള്ള തന്ത്രം ആയിട്ടും നിങ്ങൾ ഇതിനെ കരുതരുത്. കടുത്ത വിമർശനങ്ങൾ വരുമ്പോൾ ഗാന്ധി മൗനം പാലിക്കും. കടുത്ത വിമർശനം അതൊരു തന്ത്രമാണ്. ഇപ്പോൾ ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള സംവാദം നമ്മൾ ശ്രദ്ധിച്ചു. ഗാന്ധിയും ശങ്കരൻ നായരും തമ്മിലുള്ള സംവാദം നമ്മൾ ശ്രദ്ധിക്കും. ഗാന്ധിയും മുൽക്ക് രാജ് ആനന്ദും തമ്മിലുള്ള സംവാദം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഗാന്ധിയുടെ നിലപാടുകൾ എങ്ങനെയാണ് എന്ന് കുറിച്ചു. അപ്പോൾ ഗാന്ധിയുടെ ഭാഷാതന്ത്രവും അംബേദ്കറുടെ ഭാഷാതന്ത്രത്തെക്കുറിച്ച് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിൽ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു തന്ത്രം എന്താന്ന് വെച്ചാൽ, തനിക്ക് ഏറ്റവും തന്നെ ആക്രമിക്കാൻ വരുന്ന ആളെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കും. അപ്പൊ എന്താ, അവിടെ പ്രഷർ കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ബലതന്ത്രമാണ് അദ്ദേഹത്തിനടുത്ത്. 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഗാന്ധി ഇവിടെ എത്തിയ സമയത്ത് സഹോദര അയ്യപ്പൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാന്ധിയെ കുറിച്ച് പട്ടി എന്ന പേരിൽ കവിത എഴുതിയ ആൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രീകൃഷ്ണൻ വെറും കൊലയാളിയാണെന്നാണ് ഗാന്ധിയുടെ മുഖത്ത് നോക്കിയിട്ട് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. സാധാരണ ഒരു മതവിശ്വാസിയായിട്ടുള്ള അദ്ദേഹത്തിന് ദേഷ്യം വരാൻ, അദ്ദേഹം മുഖമൊക്കെ ചുവന്നു എന്നൊക്കെയാണ് MK സാനു അതിനെക്കുറിച്ച് എഴുതുന്നത്. പിന്നീട് അതിനെ വളരെ അനുനയത്തോടു കൂടിയിട്ട് ഒരു ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞൊതുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാം. ഗാന്ധി പ്രത്യക്ഷത്തിൽ ആലങ്കാരികമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ഗാന്ധിയുടെ ചിന്ത മുഴുവനും തന്നെ കോൺസെപ്ച്വൽ മെറ്റഫേഴ്സ് അഥവാ സങ്കല്പന ലക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണെന്ന് കാണുവാനായിട്ടും. എന്താണ് ഗീത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗീതയ്ക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഗീതയെ പല രീതിയിലും ആളുകൾ വായിച്ചിട്ടുണ്ട്. നാസി കൊല നടത്തിയിട്ടുള്ള ഹെൻറി വില്ലിങ്ങിനെ പോലുള്ള ആളുകൾ ഗീതയെ കൈപ്പിടിച്ചുകൊണ്ടാണ് അതിനെ അസാധൂകരിച്ചതെങ്കിൽ, ഇവിടെ അഹിംസ നിർവഹിക്കാൻ വേണ്ടി ഗാന്ധി ഗീതയെ തന്നെ ഉപയോഗിച്ചു എന്നർത്ഥം. അതിൽ അദ്ദേഹം ഗീത വീടാണ്, ഗീത മകുടമാണ്, ഗീത വസ്ത്രമാണ് എന്ന് ഇങ്ങനെ ഓരോ തരത്തിലും അദ്ദേഹം പലതരത്തിലുള്ള മെറ്റഫറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത് എന്നർത്ഥം. അതുപോലെ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നിങ്ങളിൽ പലരും തന്നെ ഗാന്ധിയുടെ ഒരു മെറ്റഫറിക്കൽ എക്സ്പ്രഷനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ വല്ല കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിട്ടേ ഈ വടകരയിൽ നിന്ന് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇതിന് അവസരം തന്നിട്ടുള്ള എന്നെ സശ്രദ്ധം കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗാന്ധി എന്ന ബ്രഹ്മ തേജസ്സായി
ഗാന്ധി എന്ന ബ്രഹ്മ തേജസ്സിനെ വ്യത്യസ്ത രീതിയിൽ ഈ വേദിയിൽ അവതരിപ്പിച്ച മഹത് വ്യക്തിത്വങ്ങളായ ഡോക്ടർ MP മത്തായിക്കൊപ്പം ഈ വേദി അതിമനോഹരമായി പങ്കിട്ട ഡോക്ടർ K ഗോപിനാഥൻ, ഡോക്ടർ PM ഗിരീഷ് എന്നിവരെക്കുറിച്ച് ഏതാനും വാക്കുകൾ. ഡോക്ടർ PM ഗിരീഷ് ഭാഷാശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഇദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല മലയാളം വിഭാഗം പ്രോജക്റ്റ് ഫെലോ, സംസ്കൃത സർവകലാശാല കാലടി, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് SRLC മൈസൂർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂർ എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. ഇപ്പോൾ മദ്രാസ് സർവകലാശാല മലയാളം വിഭാഗം പ്രൊഫസറും വകുപ്പ് അധ്യക്ഷനും. അദ്ദേഹത്തിൻ്റെ പഠനകൃതികൾ ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കി. കേരള സാഹിത്യ അക്കാദമിയുടെ IC ചാക്കോ എൻഡോമെൻ്റ് അവാർഡ്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, ബെസ്റ്റ് റിസർച്ചർ അവാർഡ് മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. ഡോക്ടർ K ഗോപിനാഥൻ തത്വശാസ്ത്രജ്ഞൻ, ഫെമിനിസ്റ്റ് സൗന്ദര്യശാസ്ത്രം, EMS വാക്കും സമൂഹവും, സിനിമയും സംസ്കാരവും തുടങ്ങി ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മ്യൂസിക് ആൽബങ്ങൾ, ഫീച്ചർ സിനിമകൾ തുടങ്ങിയവ ചെയ്തിട്ടുണ്ട്. ധാരാളം അവാർഡുകൾ നേടിയിട്ടുണ്ട്. ശ്രീ കേരളവർമ്മ കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പ്രൊഫസറായിരുന്നു. നമ്മുടെ മോഡറേറ്റർ ശ്രീ വിജയരാഘവൻ ചേലിയ, ലോഹ്യ വിചാരവേദിയുടെ ചെയർമാനും സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നു VT ബാലൻ. നവഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ ഊർജമാകാൻ പോകുന്ന ഗാന്ധി ഫെസ്റ്റ് 2025 8ാം സെഷനിൽ പുസ്തക പ്രകാശനത്തിലും സംവാദത്തിലും പങ്കെടുത്ത ഡോക്ടർ MP മത്തായി, ഡോക്ടർ ഗോപിനാഥൻ, ഡോക്ടർ PM ഗിരീഷ്, വിജയരാഘവൻ ചേലിയ, TK വിജയരാഘവൻ, പുറന്തോടത്ത് സുകുമാരൻ എന്നിവർക്കും എല്ലാവർക്കും സംഘാടക സമിതിയുടെ നന്ദി. ഉപഹാര സമർപ്പണമാണ്. ഡോക്ടർ K ഗോപിനാഥനെ ആദരിക്കുന്നു രാജഗോപാൽ കാരപ്പറ്റ. ഡോക്ടർ PM ഗിരീഷിനെ ആദരിക്കുന്നു NK അജിത് കുമാർ. വിജയരാഘവൻ ചേലിയെ ആദരിക്കുന്നു P പ്രസീദ് കുമാർ. നീതിയാണ് സംസ്കൃതിയുടെ ആന്തരിക സത്തയെന്ന് തൻ്റെ ജീവിതത്തിലൂടെ മാനവരാശിയെ ബോധ്യപ്പെടുത്തിയ സത്യാന്വേഷിയായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് സംവദിച്ച 3 മഹത് വ്യക്തിത്വങ്ങൾക്കും ഏറെ നന്ദി. ഡോക്ടർ KB ഗോപിനാഥ്, ഡോക്ടർ PM ഗിരീഷ്, വിജയരാഘവൻ ചേലിയ, NK അജിത് കുമാർ ആദരിക്കുന്നു. വിജയരാഘവൻ ചേലിയെ P പ്രസീദ് കുമാർ ആദരിക്കുന്നു. सीताराम सीताराम भज प्यारे तू सीताराम 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 भज प्यारे तू सीताराम ईश्वर മാന്യ വ്യക്തിത്വങ്ങൾക്ക് ഏറെ നന്ദി.